ഹലോ സ്റ്റുഡൻസ്. ഓക്കെ, നമ്മൾ ഇന്ന് ഫിസിക്സിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ RRB സീരീസിൽ ഫിസിക്സിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഇതിലെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഫിസിക്സിൽ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാം വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് അങ്ങനെ പോകാനാണ് കുറേയൊക്കെ ഉള്ളത്. വലുതായിട്ട് കൺസെപ്റ്റായിട്ട് മനസ്സിലാക്കാനൊന്നും കൂടുതലില്ല. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ പഠിച്ചുകൊണ്ടിരുന്ന യൂണിറ്റ്സും, അതായത് ഓരോ ക്വാണ്ടിറ്റീസിൻ്റെ മെഷർമെൻറ്റ്സും അതിൻ്റെ യൂണിറ്റ്സും എങ്ങനെയാണ്. ഓക്കെ, നമ്മളൊരു ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ലെങ്ത് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റിമീറ്ററിൽ മെഷർ ചെയ്യാം, മീറ്ററിൽ മെഷർ ചെയ്യാം, കിലോമീറ്ററിൽ മെഷർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വലിയ 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 യൂണിറ്റ് എത്തും തോറും നമുക്ക് ഗാലക്സീസ് തമ്മിലുള്ള ദൂരം നമുക്ക് ഒരിക്കലും കിലോമീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മളത് ലൈറ്റ് ഇയർ ആയിട്ട് മെഷർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് എന്തിനുണ്ട്? ഈ ലെങ്ത്തിനുണ്ട്. ഇതേപോലെ തന്നെയാണ് എല്ലാ മെഷർമെൻറ്റ്സിനും അതിൻ്റെതായിട്ടുള്ള ക്വാണ്ടിറ്റീസും, മെഷർമെൻറ്റ്സിനുള്ള ക്വാണ്ടിറ്റീസും അതേപോലെ അതിനുള്ള യൂണിറ്റ്സും ഉണ്ട്. ഈ യൂണിറ്റ്സ് പലതരത്തിലാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ, ഇതൊക്കെ വ്യത്യസ്തരമായിട്ടുള്ള യൂണിറ്റുകളാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം നോക്കി തുടങ്ങാം. മെഷർമെൻറ്റ്. The process of measurement is basically a comparison process. ഓക്കെ അല്ലേ? മെഷർമെന്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു കമ്പാരിസൺ പ്രോസസ് ആണ്. ജസ്റ്റ് അതിന്റെ ബേസിക്സ് അറിയാൻ വേണ്ടി എഴുതിയിരിക്കുവാണ്. ഇറ്റ് ഇസ് എ കമ്പാരിസൺ പ്രോസസ്. To measure a physical quantity, we have to find out how many times a standard amount of that physical quantity is present in the quantity being measured. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്റ്റാൻഡേർഡ് എമൗണ്ട് ആദ്യം വേണം, അല്ലേ? ആ സ്റ്റാൻഡേർഡ് എമൗണ്ട് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എത്രത്തോളം ഉണ്ട് എന്നറിയുന്നതാണ് എന്ത്? അതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്, അല്ലെ? ഹൗ മെനി ടൈംസ് സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് പ്രസന്റ് ഇൻ ദി ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ്. ഓക്കെ ആണല്ലോ? Then the number thus obtained is known as എന്താണ്? മാഗ്നിറ്റ്യൂഡ്. ഒരു നമ്പർ നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മളൊരു 15 സെന്റിമീറ്റർ സ്കെയിൽ എടുക്കുവാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു സ്കെയിൽ ഉണ്ട്. നോർമലി ഒരു ചെറിയ സ്കെയിൽ എല്ലാവരുടെ കയ്യിലുള്ളത് 15 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. സോ ഈ 15 സെന്റിമീറ്ററിൽ നമ്മളിത് മെഷർ ചെയ്യുമ്പം ഈ 15 എന്ന് പറയുന്നത് എന്താണ്? 15 എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ആണ് 15. ദെൻ ആൻഡ് ദി സ്റ്റാൻഡേർഡ് ചോസൺ ഇസ് കോൾഡ് ദി യൂണിറ്റ് ഓഫ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് എന്താ എടുത്ത? സെന്റിമീറ്റർ ആണ് ഇവിടെ സ്റ്റാൻഡേർഡ് എടുത്തത്. സോ സ്റ്റാൻഡേർഡ് ചോസൺ ഇസ് കോൾഡ് യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതാണ് ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമ്മളൊരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നു. ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഹൗ മെനി സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അതിലുണ്ട് എന്ന് നോക്കുന്നതാണ് നമ്മൾ ഒരു മെഷർമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ് ഇസ് ദി മെഷർമെന്റ്. ഓക്കെ ആണല്ലോ? സോ എന്താണ് മെഷർമെന്റ്, എന്താണ് യൂണിറ്റ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെഷർമെന്റ് ഈസ് എ കമ്പാരിസൺ പ്രോസസ് ആൻഡ് സ്റ്റാൻഡേർഡ് എമൗണ്ട് എടുക്കുന്നു. ആ സ്റ്റാൻഡേർഡ് എമൗണ്ട് എത്രയുണ്ട് എന്ന് മെഷർ ചെയ്യുന്നു. സോ സ്റ്റാൻഡേർഡ് എമൗണ്ട് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ നമ്പറിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ ബാക്കിയുള്ള ആ ക്വാണ്ടിറ്റി, ഏതാണോ നമ്മൾ സ്റ്റാൻഡേർഡ് എമൗണ്ട് ആയിട്ട് എടുത്തത് അതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? യൂണിറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതാണ് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് യൂണിറ്റിന്റെ ഒരു ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ദ യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി is an arbitrarily chosen standard which is widely accepted by the society and in terms of which other quantities of similar nature being measured. Okay, അതായത് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം യൂണിറ്റ്. അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. ഇപ്പം നമ്മൾ SI യൂണിറ്റ് ആണ് യൂസ് ചെയ്യണത്, നമുക്കറിയാം. അതിൻ്റെ മുമ്പ് MKS, FPS സിസ്റ്റം അങ്ങനെയുള്ള യൂണിറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇപ്പം നമ്മൾ യൂണിറ്റിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയുമ്പം, the unit of a physical quantity is an arbitrarily chosen standard ആണ്, which is widely accepted. അത് ഒന്നാമത്തെ point, it is widely accepted by the society and in terms of which other quantities of similar nature may be measured. ഇതേപോലെയുള്ള ഈ സിമിലർ നേച്ചർ ഉള്ള വേറെ ക്വാണ്ടിറ്റീസും എന്താണ്? ഈ സെയിം യൂണിറ്റിൽ തന്നെയായിരിക്കും മെഷർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ലെങ്ത് ഓഫ് ദി സ്കെയിൽ മെഷർ ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും. ഇപ്പോൾ ലെങ്ത് ഓഫ് ദി സ്കെയിൽ ഇങ്ങനെ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് എ പെൻസിലും എന്താണ്? ലെങ്ത് ആണ്, അല്ലേ? അപ്പോൾ അതും എന്താണ്? ഇത് സെന്റിമീറ്ററിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇതും സെന്റിമീറ്ററിൽ മെഷർ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ദി യൂണിറ്റ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ്. എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, the actual physical embodiment of the unit
of a physical quantity is known as the standard of the physical quantity. എന്താണോ നമ്മൾ അതിൻ്റെ അതിൻ്റെ മെഷർമെൻറ്റ് എന്താണോ അല്ലെങ്കിൽ ഏതിലാണോ നമ്മൾ ആക്ച്വൽ ആയിട്ട് മെഷർ ചെയ്യണം അതിനെയാണ് നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുക. സ്റ്റാൻഡേർഡ് ഫിസിക്കൽ എംബോഡിമെന്റ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആക്ച്വൽ ഫിസിക്കൽ എംബോഡിമെന്റ്. ഓക്കെ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആക്ച്വലി അതെന്താണോ അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ സപ്പോസ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ടു എക്സ്പ്രസ് എനി മെഷർമെന്റ് മെയ്ഡ് വി നീഡ് ദി ന്യൂമറിക്കൽ വാല്യൂ ആൻഡ് ദി യൂണിറ്റ്. യൂണിറ്റിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ യു എന്ന് തന്നെ എഴുതിയാലും മതി. ദെൻ ന്യൂമറിക്കൽ വാല്യൂ എൻ. അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും, യൂണിറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ ലെങ്ത് ഓഫ് എ റോഡ് മെഷർ ചെയ്യുകയാണെങ്കിൽ 8 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 8 എന്താണ് ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ, മീറ്റർ എന്താണ് ഇവിടെ യൂണിറ്റ് ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. സോ എന്താണ് മെഷർമെന്റ്, എന്താണ് യൂണിറ്റ്, എന്താണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓർ യൂണിറ്റ്സ്. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ഓക്കെ, നമുക്ക് രണ്ട് തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് യൂണിറ്റ്സ് ഉണ്ട്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയും. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് യൂണിറ്റ്സ് ഉണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിനെ നമുക്ക് മറ്റൊരു ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, മറ്റൊരു ക്വാണ്ടിറ്റിയിൽ നിന്ന് ഇതിനെ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഇപ്പൊ സപ്പോസ് മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇത്ര സെന്റിമീറ്റേഴ്സ് ആണ് ഒരു മീറ്റർ, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണ് വെലോസിറ്റി ഈക്വൽ ടു എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഓക്കെ, ദെൻ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ദിസ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. ഇത് എപ്പോഴും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഈ ഡിസ്റ്റൻസും ടൈമിൽ നിന്നും, അതായത് ഇത് രണ്ടും ചെയ്യുന്ന ആ ഒരു ആൻസർ ആയിരിക്കും സ്പീഡ് എന്ന് പറയുന്നത്. സോ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്താൽ എന്ത് കിട്ടുള്ളൂ, വെലോസിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ഈ ടൈമും ഡിസ്റ്റൻസ് ഒക്കെ എന്തായിരിക്കും, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിരിക്കും. സോ ഇതിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ്സ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ സ്പീഡും വെലോസിറ്റി ഒക്കെ എന്ത് തന്നെയായിരിക്കും, ആക്സലറേഷൻസ് ഒക്കെ എന്തായിരിക്കും, ഡിറൈവ്ഡ് ആയിരിക്കും. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ നോക്കുക. ഇറ്റ് ഈസ് ആൻ എലമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എലമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡസ് നോട്ട് റിക്വയർ എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടു എക്സ്പ്രസ് ഇറ്റ്. ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് വേറെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെയും ആവശ്യമായിട്ട് വരുന്നില്ല. ഇവിടെ വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വന്നു, ഡിസ്പ്ലേസ്മെന്റിന്റെ ടൈമിന്റെ ആവശ്യം വന്നു. പക്ഷേ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് എന്ത് വേണ്ട, മറ്റുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ആവശ്യമില്ല. ദേ ഡസ് നോട്ട് റിക്വയർ എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടു എക്സ്പ്രസ് ഇറ്റ്. ഓക്കെ, it means it cannot be resolved further. ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫർദർ നമുക്ക് തന്നെ റിസോൾവ് ചെയ്യാൻ പറ്റില്ല ഇൻ ടേംസ് ഓഫ് എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ടേംസിൽ നമുക്കതിനെ വീണ്ടും ഡിറൈവ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ വേറൊരു ഇക്വേഷനിൽ നിന്ന് നമുക്കതിനെ ഡിറൈവ് ചെയ്തെടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഏറ്റവും ബേസിക് ആണ്. ഈ ബേസിക്കിന്റെ താഴോട്ട് ഇനി പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് എ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി. The units of fundamental physical quantities are called fundamental units. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റിനെ നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റിനെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയും. The unit of fundamental physical quantities are called fundamental units. ഓക്കെ, മനസ്സിലായല്ലോ. ഫോർ എക്സാമ്പിൾ MKE സിസ്റ്റം. ഈ സിസ്റ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് നമുക്ക് യൂണിറ്റ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയുണ്ട്. സോ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന SI സിസ്റ്റം ആണ്. ഈ MKE സിസ്റ്റത്തിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം തന്നെയാണ് ശരിക്കും SI സിസ്റ്റം. ഓക്കെ, അപ്പൊ ഈ MKE സിസ്റ്റം ഞാനിപ്പോൾ ആദ്യം പറയാം. MKE സിസ്റ്റം ഓഫ് എന്താണ് മെഷർമെന്റ്സിൽ നമ്മൾ മീറ്റർ അല്ലെങ്കിൽ മാസ്, ലെങ്ത്, ടൈം. ഓക്കെ, അതായത് മാസ്, ലെങ്ത്, ടൈം, ഇത് മൂന്നുമാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് ഇവിടെ മാസ് എന്ന് പറയുന്നത് കിലോഗ്രാമിലും ലെങ്ത് എന്ന് പറയുന്നത് മീറ്ററിലും ടൈം എന്ന് പറയുന്നത് സെക്കൻഡിൽ. ആക്ച്വലി ഇതിന്റെ ഓർഡർ ജസ്റ്റ് ഒന്ന് ഇവിടെ മാറിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും M എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ദിസ് ഇസ് മീറ്റർ, S എന്ന് പറയുന്ന സെക്കൻഡ്, K എന്ന് പറയുന്ന കിലോഗ്രാം. ഓക്കെ,
ഓക്കെ, അതായത് ഇത് മൂന്നുമാണ് ഇവിടെ മെഷർ ചെയ്യപ്പെടുന്നത്. ബേസിക് ആയിട്ട് ഇവിടെ പറയുന്ന മാസും ലെങ്ത്തും ടൈമാണ്. ഈ ലെങ്ത് മാസ് ടൈം LMT എന്ന് പഠിച്ചാലും മതി. ഓക്കെ, ലെങ്ത് മാസ് ടൈം LMT എന്ന് പഠിച്ചാൽ മതി. സോ ഈ LMT മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് MKS സിസ്റ്റം ആണ്. ഓക്കെ, സോ LMT ലെങ്ത് മെഷർ ചെയ്യുന്ന എങ്ങനെയാണ്? ലെങ്ത് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മീറ്റർ, മാസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കിലോഗ്രാം, ടൈം മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെക്കൻഡ്. ഓക്കെ ആണല്ലോ. സോ ഇതെല്ലാം എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. ഇതെല്ലാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ആണ്. മാസ് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും എന്താണ്? ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. അതാണ് മാസ്. എന്താണ് ഒരു വസ്തുവിന്റെ മാസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. സോ അതാണ് മാസ് എന്ന് പറഞ്ഞാൽ. അപ്പം ശരിക്കും അതിനെ നമുക്ക് വീണ്ടും വേറൊരു ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ അല്ല അല്ലെ. ഓക്കെ, ദെൻ ലെങ്ത്. ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണോ ആ ഒരു ഇവിടെ തുടങ്ങി അവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ശരിക്കും നമുക്ക് ആ ലെങ്തിനെ നമുക്ക് വേറൊരു ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. സോ ലെങ്ത് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ടൈം എന്താണ്? ടൈം ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലേ. അത് നമുക്കറിയാം. നമുക്ക് വേറൊരു മാർഗ്ഗമില്ല. ടൈമിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ വേറൊരു മാർഗ്ഗമില്ല. സോ മാസും ലെങ്തും ടൈമൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ദെൻ അതിന്റെ യൂണിറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞ കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ് ഒക്കെ. സോ ഇതെല്ലാം ഫണ്ടമെന്റൽ യൂണിറ്റ്സും ആണ്. സോ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ യൂണിറ്റ്സ്. Okay, so all those physical quantities which can be derived from the combination of two or more fundamental quantities or can be expressed in terms of basic physical quantities are called അല്ലെങ്കിൽ are known as derived physical quantity. derived physical quantity എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെലോസിറ്റി, ആക്സലറേഷൻ, സ്പീഡ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതിന് നമുക്ക് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ശരിക്കും നമുക്ക് അവിടെ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആ ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് ഒക്കെ എന്താണ്? ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റിലോട്ട് എത്തിയത്. ഓക്കെ ആണല്ലോ. സോ ഓൾ ദോസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദി കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ രണ്ടോ അതിൽ കൂടുതലോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ എല്ലാം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് the unit of all other physical quantities which can be obtained from fundamental units. അങ്ങനെയും പറയാം നമുക്ക്. ഓക്കെ, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് വരുന്നത്. ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ യൂണിറ്റ്സ് ഓഫ് ഓൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അപ്പോൾ ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന യൂണിറ്റ്സ് ആണ് എന്ത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതായിരിക്കും ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഇപ്പൊ സപ്പോസ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റി സിമ്പിൾ ആയതുകൊണ്ടാണ് വെലോസിറ്റി ഞാൻ പറയണേ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? മീറ്റർ ആണ്. ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ, ടൈം സെക്കൻഡ്. അപ്പോൾ ഇതിന്റെ എന്താണ്? ക്വാണ്ടിറ്റീസ് നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ് എന്ത്? ഇതിന്റെ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് മീറ്റർ ആണ്, ഇതിന്റെ സെക്കൻഡ് ആണ്. സോ ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ് ഈ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്. സോ ഇവിടെ തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ യൂണിറ്റ്സ് ഓഫ് വെലോസിറ്റി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിറൈവ്ഡ് ആണ് അല്ലെ. ദെൻ ഡെൻസിറ്റി ആൻഡ് ഫോഴ്സ് ആർ എന്താണ്? വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്. ഡെൻസിറ്റിയുടെ എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ശരിക്കും ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ള മാസ് പെർ എന്താണ്? യൂണിറ്റ് ഏരിയ ആണ് അല്ലെ. അപ്പൊ മാസ് എന്താണ്? കിലോഗ്രാം അല്ലെ. മാസ് ബൈ വോളിയം അല്ലെ. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ ഏരിയ അല്ലെങ്കിൽ മാസ് ബൈ വോളിയം എന്ന് പറയാം. ഓക്കെ, മാസ് ബൈ ഏരിയ അല്ലെങ്കിൽ മാസ് ബൈ വോളിയം, അതാണ് ഡെൻസിറ്റി. മാസ് ബൈ ഏരിയ എന്ന് തന്നെ പഠിച്ചോ. സോ മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ മാസ് എന്താണ്? കിലോഗ്രാം, വോളിയം എന്താണ്? മീറ്റർ ക്യൂബ്. മാസ് ബൈ വോളിയം ആണ് അതിന്റെ ഡെൻസിറ്റി. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിന്റെ റീസൺ എന്തുകൊണ്ടാ വരണേ? ഇവിടെ ഫോഴ്സ് ഇസ് ഈക്വൽ ടു
മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു എം എ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് ആക്ച്വലി ഫിസിക്സിൽ പഠിക്കാനുണ്ട്. സോ ഈ ബേസിക് ആയിട്ടുള്ളത് ഇവിടെ തന്നെ പഠിച്ചു പോവുക. എം ഇൻറ്റു എ ആണ്. അങ്ങനെ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതിത്തരാം. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ, സോ എമ്മിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം അല്ലേ. സോറി, ഇവിടെ എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു എം എ, ദെൻ എം ഇസ് ഈക്വൽ ടു എന്താണ്? കിലോഗ്രാം. ആക്സിലറേഷൻ, ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ശരിക്കും വീണ്ടും ഡിറൈവ് ചെയ്തെടുക്കാം അല്ലെ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു വി ബൈ ടി ആണ്, വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ പെർ സെക്കൻഡ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ടൈം താഴെ വീണ്ടും എന്തുണ്ട്? സെക്കൻഡ് ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ദാറ്റ് ഇസ് ആക്സിലറേഷൻ. അപ്പൊ ഇവിടെ എന്ത് വരും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണ് നമുക്ക് ഫോഴ്സിന്റെ യൂണിറ്റ്, ഡിറൈവ്ഡ് യൂണിറ്റ് ആയിട്ട് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് വന്നിരിക്കണം. മനസ്സിലായോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നാണെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്നാണെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, സോ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റും ടൈമും ആണ്. ദെൻ ഡിസ്പ്ലേസ്മെന്റ് ടൈമിന്റെയും യൂണിറ്റുകൾ എന്താ? മീറ്ററും സെക്കൻഡും ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആണ്, മീറ്റർ ആൻഡ് സെക്കൻഡ് ആണ്. സോ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് എന്ത്? വെലോസിറ്റിയുടെ യൂണിറ്റ്. അതെന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു മീറ്റർ പെർ സെക്കൻഡ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. സോ മാസ് കിലോഗ്രാം, വോളിയം മീറ്റർ ക്യൂബ്. സോ കിലോഗ്രാം മീറ്റർ ക്യൂബ്. ദെൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു എം എ, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് ഫോഴ്സ്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം, ആക്സലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എങ്ങനെയാ വന്നെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു. ഓക്കെ, സോ അങ്ങനെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് സ്ലൈഡ്, സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുമ്പം ഏതൊക്കെ സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ MKE സിസ്റ്റം എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ അതിന്റെ മുമ്പ് earlier 3 different unit systems were used in different countries. They were CGS, FPS, MKS. അതായത് ഓരോ രാജ്യത്തും ഓരോ രീതിയിലായിരുന്നു ഈ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില ആൾക്കാർ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ലെങ്തിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ആൾക്കാർ സെന്റിമീറ്ററിൽ പറയും, ചില ആൾക്കാർ ഇഞ്ചസിൽ പറയും അല്ലെ. ചില ആൾക്കാർ ഈ അടി, ഇഞ്ച് എന്ന് പറയുമ്പം പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇത്ര അടിയായിരുന്നു ഇതിന്റെ നീളം എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അതുപോലെ പല കൺട്രീസിലും പല രീതിക്കായിരുന്നു ഇതിന് ഈ ഒരു ക്വാണ്ടിറ്റീസിന് മെഷർ ചെയ്യുന്നുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് CGS-ഉം FPS-ഉം MKS-ഉം. പക്ഷെ ഇപ്പം നമ്മൾ നൗ എഡേയ്സ് ഇന്റർനാഷണലി SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താ? എല്ലാവിടെയും ഓൾ ഓവർ ദി വേൾഡ് നമുക്കൊരു സാധനത്തിന്റെ മെഷർമെന്റ് അറിയണമെന്നുണ്ടെങ്കിൽ ആ സെയിം ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ സെയിം യൂണിറ്റിൽ മെഷർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു 1 മീറ്റർ ഉള്ള സ്കെയിൽ എടുത്തു, ആ 1 മീറ്റർ സ്കെയിൽ തന്നെ വേറെ ഒരു കൺട്രിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് 1 മീറ്റർ ആണ്, എന്താണ് 1 മീറ്റർ എന്ന് മനസ്സിലാക്കണമെങ്കിൽ എല്ലാവരും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സെയിം സിസ്റ്റം ഫോളോ ചെയ്യണം. സോ അതിനു വേണ്ടിയായിരുന്നു ഇന്റർനാഷണലി അക്സെപ്റ്റഡ് SI സിസ്റ്റം ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇൻ SI യൂണിറ്റ് സിസ്റ്റം 7 quantities are taken as base quantities. അപ്പോൾ അതിൽ 7 ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ബേസ് ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കണം. ഓക്കെ ആണല്ലോ. ബാക്കിയെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ബേസ് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏതൊരു എക്സാം എടുത്താലും സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഈ ഒരു പോർഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് PYQ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ MCQ ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റും, ബിക്കോസ് എല്ലാം 1 വേർഡ് ആണ്. ദെൻ കൂടുതലായിട്ട് നമുക്ക് ആലോചിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി അങ്ങനെ ചെയ്യാനുള്ളതൊന്നും കൂടുതലായിട്ട് ഇവിടെ ഇല്ല. ഫുൾ ബൈഹാർട്ട് ചെയ്യുക, ഓരോ ക്വാണ്ടിറ്റി എന്താണ്, അതിന്റെ യൂണിറ്റ് എന്താണ്, അത് ബൈഹാർട്ട് ചെയ്യുക, എന്നിട്ട് അത് ആൻസർ ചെയ്യുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. CGS ആ പേരിൽ തന്നെ ഉണ്ട്, നോക്കുക. CGS എന്ന് പറയുമ്പോൾ എന്താണ്? നേരത്തെ പറഞ്ഞു സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. ഇതാണെങ്കിൽ ഫൂട്ട്,
പൗണ്ട് സെക്കൻഡ്. MKS മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ ലെങ്ത് മാസ് ടൈം ആ ഒരു രീതി ഓർത്ത് വെക്കണം. LMT ഞാൻ പഠിച്ചു വെക്കാൻ പറഞ്ഞു. ലെങ്ത് മാസ് ടൈം ആ ഒരു ഓർഡറിലാണ് എഴുതിയേക്കണേ. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം CGS സിസ്റ്റം. എന്താണ് CGS സിസ്റ്റം? ഞാൻ ഓൾറെഡി പറഞ്ഞു. സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് ആർ യൂസ്ഡ് ടു എക്സ്പ്രസ് ലെങ്ത്, മാസ് ആൻഡ് ടൈം റെസ്പെക്റ്റീവ്ലി. ലെങ്ത്തും മാസും ടൈമും കണക്കാക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? അവര് യൂസ് ചെയ്യുന്നതാണ് CGS സിസ്റ്റം. അതായത് സെന്റിമീറ്ററും ഗ്രാമും സെക്കൻഡും ആണ് അവര് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ വേറെ കൺട്രി മീൻസ് ഒന്നിൽ കൂടുതൽ കൺട്രീസ് ഇതിങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ വേറൊരു സിസ്റ്റമാണ് FPS, ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ഫൂട്ട് അല്ലെ നമ്മുടെ അടിക്കണക്കാണ്. സോ ഫൂട്ട് പൗണ്ട് അല്ലെ, അതായത് മാസം മെഷർ ചെയ്യാൻ വേണ്ടി അവർ ഇത്ര പൗണ്ട് വേണം എന്നുള്ള രീതിക്കായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ സെക്കൻഡ്, ടൈമിന് സെക്കൻഡ് തന്നെയാണ്. ഓക്കെ. സോ ദാറ്റ് ഇസ് FPS. നെക്സ്റ്റ് MKS ആണ്. MKS നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ എല്ലാ സിസ്റ്റത്തിലും കോമൺ ആയിട്ട് വരുന്നത് ഏതിന്റെ യൂണിറ്റ് ആണ്? ടൈമിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ. എല്ലാ സിസ്റ്റത്തിലും കോമൺ ആയിട്ട് വരുന്നത് ടൈമിന്റെ യൂണിറ്റ് ആണ്. ആ ഒരു കാര്യം ഓർക്കണം. അതായത് സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. സ്ഥിരമായിട്ട് എക്സാംസിന് PYQ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ചോദിക്കാനും ചാൻസ് ഉണ്ട്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓക്കെ. സോ ഇനി MKS ആണ്. MKS ലെങ്ത് എന്താണ്? മീറ്റർ. ദെൻ മാസ് എക്സ്പ്രസ്ഡ് ഇൻ കിലോഗ്രാം, ടൈം എക്സ്പ്രസ്ഡ് ഇൻ സെക്കൻഡ്. അപ്പൊ എന്താണ്? മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ദാറ്റ് ഈസ് MKS സിസ്റ്റം. Okay, so meter, kilogram, second are used to express length, mass, time respectively. Okay ആണല്ലോ. ഇനി SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ MKSന്റെ തന്നെ എന്താണ് ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് SI സിസ്റ്റം എന്ന് പറയുമ്പോൾ. ഇതിൽ പറയുന്നിരിക്കുന്ന സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, amount of substance and luminous intensity are expressed in meter, kilogram, second, ampere, Kelvin, mole, candela respectively. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ടേബിൾ വരുന്നുണ്ട്. ആ ടേബിളിൽ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്ന ടേബിൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പറഞ്ഞിട്ട് നേരത്തെയുള്ള സ്ലൈഡിലോട്ട് പോവാം. സോ SI യൂണിറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, SI യൂണിറ്റ്. അപ്പൊ SI യൂണിറ്റ് നോക്കുക. ലെങ്തിനെ മീറ്ററിലാണ് പറയുന്നത്. സിമ്പിൾ എന്താണ്? M, മീറ്റർ. മാസിന് എന്താണ്? കിലോഗ്രാം. സിമ്പിൾ kg. ടൈം സെക്കൻഡിലാണ് നമ്മൾ മെഷർ ചെയ്യുക. ഇത് എല്ലാ സിസ്റ്റത്തിലും ഇത് സെയിം ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇലക്ട്രിക് കറണ്ട് എന്താണ്? ആംപിയർ. എത്ര കറണ്ട് വന്നു അല്ലെങ്കിൽ കറണ്ടിന്റെ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ കറണ്ടിന്റെ കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ ഭാഗങ്ങളിലും യൂസ് ചെയ്യുക എന്താണ്? ആംപിയർ ആണ്. കറണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആംപിയർ എന്ന് ഓർക്കണം. ഓക്കെ. പക്ഷെ ചാർജ് വേറെയാണ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ അത് കൂളോം ആണ്. ഇലക്ട്രിക് ചാർജ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും അല്ല. അങ്ങനെ ഓർക്കുക. ഓക്കെ. എക്സാം ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് ഇലക്ട്രിക് കറണ്ടിന് പകരം ഇവിടെ ഇലക്ട്രിക് ചാർജ് എന്ന് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓർത്തിരിക്കുക, ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് കൂളോം ആണ്, കറണ്ട് എന്ന് പറയുന്നത് ആംപിയർ ആണ്. പിന്നെ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ തന്നെ ഓർക്കണം അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല. ഓക്കെ. സോ ഇലക്ട്രിക് കറണ്ട് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ആംപിയർ ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി തെർമോഡൈനാമിക് ടെമ്പറേച്ചർ. ഇവിടെ ഇങ്ങനെ ഈ ഒരു ടേം തന്നെ ഇവിടെ യൂസ് ചെയ്യാനുള്ള കാരണം സാധാരണ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട് അല്ലെ. നമുക്ക് പനി വരുമ്പോൾ നമ്മൾ 100 ഡിഗ്രി കെൽവിനിലാണ് നമ്മൾ പറയുക പനിയുണ്ട് എന്ന രീതിക്ക് പറയുക. അതേസമയം സെൽഷ്യസിലും പറയാറുണ്ട്. ബാക്കിയുള്ള വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ എത്രയാ ചോദിച്ചാലും നമ്മൾ എന്ത് പറയും? 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം ബോയിൽ ആവുക എന്നുള്ള രീതിക്ക് പറയും. സോ ഇതൊക്കെ ഡിഫറെന്റ് സ്കെയിൽസ് ആണ്. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഡിഫറെന്റ് സ്കെയിൽസ് ആണ് ഈ കെൽവിൻ. ഓക്കെ, കെൽവിൻ ആൻഡ് ഫാരൻഹീറ്റ്, അതേപോലെ സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ തെർമോഡൈനാമിക് സയൻസിന്റെ അല്ലെങ്കിൽ ഫിസിക്സിലെ ഒരു ബ്രാഞ്ച് ആണ് തെർമോഡൈനാമിക്സ് അല്ലെ. ടെമ്പറേച്ചറിന്റെ ഡൈനാമിക്സ് അതിനെക്കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങളാണ് തെർമോഡൈനാമിക്സ്. സോ ഈ തെർമോഡൈനാമിക്സിൽ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? സ്റ്റാൻഡേർഡ് ആയിട്ട് മെഷർ ചെയ്യുക കെൽവിൻ. ഓക്കെ, കെൽവിനിലാണ് മെഷർ ചെയ്യുക. ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്. കെൽവിൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ K ആണ് സിമ്പിൾ. മോളുടെ സിമ്പിൾ നോക്കിയേ, MOLE എഴുതരുത്. അതിന്റെ യൂണിറ്റ് ആണ് അല്ലെ. മോൾ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. ദെൻ സിമ്പിൾ MOL എന്ന് മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ. വാട്ട് ഈസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്? അതായത് ഇപ്പൊ നമ്മൾ 1 gram ഷുഗർ ഇല്ലെങ്കിൽ 1/2 kg ഷുഗർ എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെയൊക്കെ നമുക്ക് വലിയ വലിയ എമൗണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പൊ സപ്പോസ് എത്ര എമൗണ്ട് ഉണ്ട്? ഇപ്പം 1 gram
ഷുഗറിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിലെ മോളിക്യൂൾസിന്റെ നമ്പർ നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. ഓക്കെ, 1 മോൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ 1 മോൾ അല്ലെങ്കിൽ 2 മോൾ മോളിക്യൂൾ അങ്ങനെയാണ് നമ്മൾ പറയുക. അതായത് ഇത് എപ്പോഴും ഓർത്തിരിക്കുക, ഇത് കെമിസ്ട്രിയാണ് ആക്ച്വലി. 1 മോൾ എന്ന് പറയുമ്പം അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, അത് മോളിക്യൂൾ ആയാലും ആറ്റം ആയാലും 6.023 into 10⁻23. ഇവിടെ ചില മെറ്റീരിയൽസിൽ ഇത് 022 എന്ന് കാണുന്നുണ്ട്. 22 എന്ന് എഴുതിയാലും 23 എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. കാരണം ഇത് ഈ ഒരു നമ്പർ അവസാനിക്കാത്തൊരു നമ്പറാണ്, കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. സോ അത് നമ്മൾ റൗണ്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. സോ ദിസ് ഇസ് നോൺ ആസ് അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോസ് നമ്പർ. ഓക്കെ, അവോഗാഡ്രോസ് നമ്പർ അല്ലെങ്കിൽ അവോഗാഡ്രോ നമ്പർ എന്ന് വിളിച്ചാലും മതി. അവോഗാഡ്രോ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്ത് കണ്ടുപിടിച്ചത്? സോ അവോഗാഡ്രോ നമ്പർ, ബിക്കോസ് ഇത്രയും പാർട്ടിക്കിൾസ് ഒരു മോൾ മോളിക്യൂൾ എടുത്താൽ 1 മോൾ മോളിക്യൂൾ ഈക്വൽ ടു 6.023 into 10⁻23 പാർട്ടിക്കിൾസ് അതിലുണ്ടാവും, അല്ലെങ്കിൽ അത്രയും മോളിക്യൂൾസ് ഉണ്ടാവും. 1 മോൾ ആറ്റം ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവും, എത്ര ആറ്റംസ് ഉണ്ടാവും? 6.023 into 10⁻23 ആറ്റംസ് അതിലുണ്ടാവും. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താ? കാൻഡല, PYQ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? കാൻഡല, സിമ്പിൾ CD ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെ, എത്രത്തോളം ആ ഒരു ലൂമിനസെൻസ് ഉണ്ട് എന്ന് പറയുന്നതാണ് ലൂമിനസ് ഇന്റൻസിറ്റി. സോ കാൻഡല. ഓക്കെ ആണല്ലോ. ഇതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഫണ്ടമെന്റൽ യൂണിറ്റ്സും. 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ പേര് പഠിക്കണം, അതിന്റെ ക്വാണ്ടിറ്റീസ് മീൻസ് യൂണിറ്റ്സ് പഠിക്കണം, ക്വാണ്ടിറ്റീസിന്റെ പേര്, അതിന്റെ യൂണിറ്റ് എന്താണ്, then അതിന്റെ സിമ്പിൾ എന്താണ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ടേബിളിൽ പറഞ്ഞ ലെങ്ത് എന്താണ്? മീറ്ററിൽ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറന്റ് ആംപിയർ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല. ഓക്കെ, അതർ ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ചെറിയ ലെങ്ത്തും വളരെ വലിയ ലെങ്ത്തും മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ പല ക്വാണ്ടിറ്റീസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കിലോമീറ്റർ, മീറ്റർ എന്നൊക്കെ പറയുന്ന സമയത്ത് സെന്റിമീറ്റർ ഒക്കെ ഒന്നുകൂടെ ചെറുതാണ് അല്ലേ. അതേസമയം 2 സിറ്റീസ് തമ്മിലുള്ള ദൂരം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കിലോമീറ്റേഴ്സിലേ പറയാറുള്ളൂ. അതേസമയം നമ്മളൊരു ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിലോ അത്രയും വലിയ സെന്റിമീറ്ററോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഫെർമി അല്ലെങ്കിൽ ആൻസ്ട്രോം അങ്ങനെയുള്ള യൂണിറ്റ്സിലൊക്കെയാണ് നമ്മൾ പറയുക. അത് വഴി ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ നോക്കുക, ഫോർ മെഷറിങ് ലാർജ് ഡിസ്റ്റൻസ്, വളരെ ലാർജ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഞാൻ ഇപ്പം വളരെ ഷോർട്ട് ഡിസ്റ്റൻസാ പറഞ്ഞത്, ന്യൂക്ലിയസ് അതേപോലെ 2 മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ പറഞ്ഞത്. അതേസമയം നമ്മൾ 2 പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിലോ 2 ഗാലക്സീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിലോ അതൊക്കെ ലാർജ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് എർത്ത് വരെയുള്ള ദൂരം എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സെന്റിമീറ്ററിലോ കിലോമീറ്ററിലോ ഒക്കെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല അല്ലേ, അത്രയും ലാർജ് ഡിസ്റ്റൻസ് ആണ്. അപ്പം for measuring large distance, for example distance of planets and stars etc, അല്ലെ, some bigger units of length such as astronomical unit and നമ്മൾ AMU. okay, so അല്ലെങ്കിൽ AMU അല്ല AU astronomical unit AU, light year, parsec ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് parsec, എന്താണ് light year എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇവിടെ നോക്കുക, the average separation between earth and the sun is called 1 astronomical unit. ഓക്കെ, അതായത് എർത്തും സണ്ണും തമ്മിലുള്ള ദൂരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? ആ ഒരു ആവറേജ് സെപ്പറേഷനെയാണ് നമ്മൾ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുക. ആ ദൂരം എത്രയാണ് നോക്കിയേ, 1.496. ഓക്കെ, 1.496 into 10⁻11 മീറ്റർ ആണ്. ഓക്കെ, അതാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. മെയിൻലി ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ്, മെയിൻലി അത് തന്നെയാണ് പറയുക. ശരിക്കും 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് is equal to 15 crore കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഈ ഒരു ക്വാണ്ടിറ്റി ഇവിടെ പഠിച്ചാൽ മതി. 1 AU is equal to 1.496 into 10⁻11 മീറ്റർ എന്നുള്ള രീതിക്ക് പഠിച്ചാൽ മതി. ദെൻ വാട്ട് ഈസ് ലൈറ്റ് ഇയർ? അപ്പോൾ ഒരു ലൈറ്റ്, ഓക്കെ, ലൈറ്റ്
ഒരു വർഷം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് ഒരു ലൈറ്റ് ഇയർ. ഒരു വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വാക്വത്തിലൂടെ. നോക്കിയേ, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്വം ഇൻ 1 ഇയർ ഈസ് കോൾഡ് ലൈറ്റ് ഇയർ. ഓക്കെ, അപ്പൊ 1 ലൈറ്റ് ഇയർ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 9.46 ഇൻറ്റു 10⁻15 മീറ്റർ. ഓക്കെ, 9.46 ഇൻറ്റു 10⁻15 മീറ്റർ ആണ് 1 ലൈറ്റ് ഇയർ ഇസ് ഈക്വൽ ടു. ഓക്കെ, സോ ഇവിടെ ഈ നമ്പേഴ്സ് മാത്രം ഒന്ന് നോക്കിയിരുന്നാൽ മതി കേട്ടോ. ഈ നമ്പേഴ്സ് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. സോ ഇത്രയും മീറ്റർ അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ കേട്ടോ, ഇത്രയും കിലോമീറ്റർ ആണ്. ഓക്കെ, ഇത്രയും കിലോമീറ്റേഴ്സ് ആണ്. 9.46 ഇൻറ്റു 10⁻15 കിലോമീറ്റേഴ്സ് ആണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇത് ആക്ച്വലി ഒരു റൗണ്ട് ഓഫ് ചെയ്തൊരു വാല്യൂ ആണ് ഇത് ആക്ച്വലി. ബിക്കോസ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്, 1 ലൈറ്റ് ഇയർ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ടൈം എന്ന് പറയുന്ന ടൈം is equal to 365 ഡേയ്സ് ഉണ്ട് നമുക്ക്, ഇൻറ്റു 24 hours ഉണ്ട്, അതിൽ 60 മിനിറ്റും 60 സെക്കൻഡും ആണ് അല്ലേ? ഇത്രയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യണം. ഈ ലൈറ്റിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എസ് ഇൻറ്റു സ്പീഡ് ഇൻറ്റു എന്താണ്? ടൈം ആണ് അല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അതായത് നമ്മുടെ ഇക്വേഷൻ അറിയാം, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ നമുക്ക് ടൈമിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പൊ ഇവിടെ നമുക്ക് ആക്ച്വലി എത്രയാണ്? 3 ഇൻറ്റു 10⁻8 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദെൻ ടൈം എന്ന് പറയുന്നത് 365 ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു 60 അല്ലേ? സോ ഇത് നമ്മൾ എല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഏകദേശം ഈ ഒരു വാല്യൂ ആണ്. ഓക്കെ, സോ ഇത്രയും കിലോമീറ്റേഴ്സ് ആണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ്, the distance at which an arc of length of 1 astronomical unit subtend an angle of 1 second at a point is called parsec. അതായത് parsec എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The distance at which an arc of length of 1 astronomical unit subtend an angle of 1 second at a point. ആ പോയിന്റിൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റും അതേപോലെ ആ ആംഗിളും തമ്മിൽ ഉണ്ടാക്കുന്ന 1 സെക്കൻഡും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു ഡെഫിനിഷൻ കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഒന്നുകൂടി ഹയർ ലെവൽ എക്സാംസിനാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ പാർസെക് എന്ന് പറഞ്ഞാൽ മെയിൻലി ടു മെഷർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗാലക്സീസ്, ഒന്നുകൂടി വലിയ ഡിസ്റ്റൻസ്. ഓക്കെ, സ്റ്റാർസ് എന്ന് പറയുമ്പം നമ്മൾ ഒന്നുകൂടി ചെറിയ ഡിസ്റ്റൻസ് ആണ്, രണ്ട് ഡിഫറെന്റ് സ്റ്റാർസ് എന്ന് പറയുമ്പോൾ. ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗാലക്സി ഉണ്ട്, ദെൻ തൊട്ടടുത്ത് നിൽക്കുന്ന വേറൊരു ഗാലക്സി ഉണ്ട്. ആ രണ്ട് ഗാലക്സികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് നക്ഷത്ര സമൂഹമാണല്ലോ ഒരു ഗാലക്സിയിലുള്ളത്. അപ്പൊ ഗാലക്സികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാനാണ് നമ്മൾ പാർസെക് നോട്ട് ചെയ്യണം. ഓക്കെ, സോ 1 parsec is equal to 3 into 0.8 into 10⁻16 മീറ്റർ ആണ്. ഓക്കെ, 1 parsec is equal to 3 into 3.08 into 10⁻16 മീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ലൈറ്റ് ഇയറിൽ പറയണമെന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, ലൈറ്റ് ഇയറിൽ പറയണമെന്നുണ്ടെങ്കിൽ 3.26 ലൈറ്റ് ഇയർ. ഈ പോയിന്റും കൂടി ഒന്ന് പഠിച്ചിരിക്കുക. ഇപ്പൊ ഈ ഒരു സ്ലൈഡിൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റീസ് പറഞ്ഞു. ശരിക്കും ബൈഹാർട്ട് ചെയ്യാനാണ് കൂടുതലുള്ളത്. അപ്പൊ ഈ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ചോദിക്കുക. സോ 1 astronomical unit is equal to എത്രയാന്ന് പഠിക്കണം. 1 light year is equal to എത്രയാന്ന് പഠിക്കണം. ഓക്കെ, 1 parsec is equal to എത്രയാന്ന് പഠിക്കണം. ഓക്കെ, 1 parsec is equal to എത്രയാന്ന് പഠിക്കുക. 1 light year is equal to 9.46 into 10⁻15. സോറി, ഇത് കിലോമീറ്റേഴ്സ് അല്ല, മീറ്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ 1 parsec is equal to 3.26. ഓക്കെ, ഇവിടെ മീറ്റേഴ്സ് തന്നെയാണ്, കിലോമീറ്റേഴ്സ് അല്ല. ഓക്കെ, 1 parsec is equal to 3.08 into 10⁻16 മീറ്റേഴ്സ് ആണ്. ലൈറ്റ് ഇയർ എത്രയാണെന്ന് പഠിക്കുക. ഇനി ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ലാർജ് ഡിസ്റ്റൻസസ് ആയിരുന്നു അല്ലെ? ലാർജ് ഡിസ്റ്റൻസസ് ആയിരുന്നു ഗാലക്സികൾ തമ്മിലുള്ളതും സ്റ്റാർസ് തമ്മിലുള്ളതും ലൈറ്റ് ഇയറിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ
ഇനി പറയാൻ പോകുന്ന എന്താണ് ഫെർമി ആൻഡ് ആങ്സ്ട്രോം. അതെന്തിനു വേണ്ടിയായിരുന്നു? ടൈനി ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആൻഡ് ആറ്റംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫെർമി. ഓക്കെ, സോ 1 ഫെർമി is equal to, if എന്നല്ലാട്ടോ ഇത് 1 ഫെർമി ആണ്, 1 ഫെർമി F is equal to 10⁻⁻15 മീറ്റർ ആണ്. ഓക്കെ, ദ സൈസ് ഓഫ് എ ടൈനി ആറ്റം is equal to 1 ആങ്സ്ട്രോം ആണ്. ഓക്കെ, ഒരു ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? സൈസ് ഓഫ് ടൈനി, ഒരു ന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിലും ആറ്റം ആണെന്ന് അറിയിച്ചു നോക്കുക. ഇതാണ് ഒരു ആറ്റം, ആറ്റത്തിന്റെ അകത്താണ് ന്യൂക്ലിയസ്. സോ ന്യൂക്ലിയസിന്റെ സൈസ് ആറ്റത്തിന്റെ സൈസിനെ വെച്ച് നോക്കുമ്പോൾ നെഗ്ലിജിബിളി സ്മോൾ ആണ് അല്ലെ? ശരിക്കും നമ്മുടെ ഇത്രയും വലിയൊരു റൂം, നമ്മൾ ഇരിക്കുന്ന റൂമിന്റെ ഒരു ചെറിയൊരു ഭാഗത്ത് ഒരു ഉറുമ്പുണ്ടെന്ന് വിചാരിക്കുക. ഒരു ആന്റിന്റെ സൈസ് അതുപോലെയൊക്കെയാണ് ശരിക്കും ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ. ആറ്റത്തിന്റെ സൈസ്, മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ആറ്റം ഇസ് എംപ്റ്റി, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിന്റെ സൈസ് അത്രയും ചെറുതാണ്. അപ്പോ സൈസ് ഓഫ് എ ടൈനി ന്യൂക്ലിയസ്, അപ്പൊ ഏതായിരിക്കും ചെറുത്? ആങ്സ്ട്രോം ആയിരിക്കോ ഫെർമി ആയിരിക്കോ ചെറിയ ക്വാണ്ടിറ്റി? ഡെഫിനറ്റ്ലി ഫെർമി ആയിരിക്കും അല്ലെ? കാരണം ഫെർമി ആണ് ന്യൂക്ലിയസിന്റെ സൈസ് പറയുന്നത്. ദെൻ ആംസ്ട്രോം എന്ന് പറയുന്നത് എന്താണ്? ടൈനി ആറ്റം, ഒരു ആറ്റത്തിന്റെ സൈസ് പറയുന്നത്. അപ്പൊ കുറച്ചുകൂടി വലുതാണ്. ഇവിടെ തന്നെ ഉണ്ട് 10⁻⁻15. ഓക്കെ, ജസ്റ്റ് എത്രയാണ് അതിന്റെ ഡിഫറൻസ് എന്ന് നോക്കുക. അത്രയും -15 മീറ്റർ ആണ് ഫെർമി എന്ന് പറയുമ്പോൾ. ആംസ്ട്രോം എന്ന് പറയുമ്പോൾ 10⁻⁻10 മീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ദെൻ ചെറിയൊരു 2-3 മെഷർമെന്റ്സ് കൂടി പറയാം. ക്വിന്റൽ, ടൺ, മെട്രിക് ടൺ, ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അതായത് മാസിന്റെ മെഷർമെന്റ്സ് ആണ്. നമ്മൾ മില്ലിഗ്രാം, ക്വിന്റൽ, കിലോഗ്രാം പറയുന്ന പോലെ തന്നെ നമ്മൾ ഒന്നുകൂടി ചെറിയ ക്വാണ്ടിറ്റീസ് പറയുന്നതാണ് മില്ലിഗ്രാം, ക്വിന്റൽ, 1 ടൺ എന്നൊക്കെ പറയുന്നത്, മെട്രിക് ടൺ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. സോ ആ പേരുകളൊക്കെ ഓർത്തിരിക്കുക. സോ നമ്മൾ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് ഇഞ്ചിൽ നമ്മൾ പറയും, പണ്ട് നമ്മൾ പറഞ്ഞാണ് ഇഞ്ചിൽ പറയുന്നത്. ദെൻ 12 inches is equal to, എഴുതി വെച്ചോളൂ, 12 inches is equal to, എക്സ്ട്രാ പോയിന്റ്സ് ആണ് ഇതൊക്കെ. അടുത്ത സ്ലൈഡിൽ ഇവിടെ എഴുതാം ഞാൻ. 12 inch is equal to 1 feet. ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് 12 inch is equal to 1 feet. ഓക്കെ, 1 feet അല്ലെങ്കിൽ ഫൂട്ട്, രണ്ടും പറയാം കേട്ടോ. ഫീറ്റ് എന്ന് പറയാം, ഫൂട്ട് എന്ന് പറയാം. ദെൻ 1 mile is equal to എത്ര കിലോമീറ്റർ ആണ്? ജസ്റ്റ് നോട്ട് ചെയ്യാം, ഞാൻ എഴുതാം. 1 mile is equal to 1 mile is equal to 1.609 kilometers. 1.609 kilometers. ഇത് ശരിക്കും 1.609 എന്ന് പറയുന്നതിന് പകരം പല മെറ്റീരിയൽസിലും ഇത് ഞാൻ കൺഫേം ചെയ്തായിരുന്നു 1.62 കിലോമീറ്റർ എന്നും കാണുന്നുണ്ട്. ഈ രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, അക്യുറേറ്റ് ആയിട്ട് പറയുമ്പോൾ 1.609 കിലോമീറ്റേഴ്സ് ആണ്. ചില മെറ്റീരിയൽസിൽ 1.62 കിലോമീറ്റർ എന്നാണ് കാണുന്നത്. ഓക്കെ ആണല്ലോ? സോ 1 മൈലിന്റെ കാര്യം ഓർക്കുക. നെക്സ്റ്റ് നോട്ടിക്കൽ മൈൽ. നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്ന സമയത്ത് മൈൽ എന്താണ്? നമ്മൾ ഒന്നുകൂടി വലിയ ഡിസ്റ്റൻസ്, അതായത് ഇന്ത്യൻ സീന്റെ ഡിസ്റ്റൻസ് അങ്ങനെയൊക്കെ. ഓക്കെ, സോ ചെറുതല്ല, വളരെ, അതായത് നമ്മൾ കപ്പലുകളിലൊക്കെ വരുന്ന സമയത്ത്, ഷിപ്പിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ സീന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് ഇനി സഞ്ചരിക്കേണ്ടതായിട്ടുള്ള ദൂരം എത്രയാണ് അങ്ങനെയൊക്കെ നോക്കുന്നതാണ് നമ്മൾ എന്താണ് നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് നോക്കുമ്പം ഇനി കുറച്ച് യൂണിറ്റ്സും അതിന്റെ ഡിറൈവ്ഡ് യൂണിറ്റ്സും അതിന്റെ, അതായത് ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സിലോട്ട് പോവാം. ഓക്കെ, ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ കാര്യത്തിൽ ഇത് നോക്കുക. ബേസിക് ക്വാണ്ടിറ്റി 7 ബേസിക് ക്വാണ്ടിറ്റീസ് ഉണ്ട്. നമ്മൾ അതിൽ 6 എണ്ണമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. സോ ബേസിക് ക്വാണ്ടിറ്റി, അതിന്റെ FPS യൂണിറ്റ്, CGS യൂണിറ്റ്, MKS യൂണിറ്റ്, SI യൂണിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോളാണ് ഇതിൽ ഇല്ലാത്തത്. സോ മോള് ശരിക്കും എല്ലാത്തിലും അങ്ങനെ മോള് തന്നെയാണ്, അതായത് വലിയൊരു ചേഞ്ച് ഇതിൽ വരുന്നില്ല. ഇവിടെ നോക്കിയേ, ലൈറ്റ് ഇന്റൻസിറ്റിയുടെ കാര്യത്തിലും എല്ലാ സിസ്റ്റത്തിലും ക്യാൻഡിൽ തന്നെയാണ്. അതേപോലെ ടൈമിന്റെ കാര്യത്തിലും സെക്കൻഡ് തന്നെയാണ്. ദെൻ ബാക്കിയുള്ള എല്ലാം മാറും.
ഓക്കെ, ലൈറ്റ് ഇന്റൻസിറ്റി നമ്മൾ പിന്നീടാണ് ആഡ് ചെയ്യപ്പെട്ടത്. പൊതുവെ ഓപ്ഷൻസിൽ എന്താ ഉണ്ടാവാറുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡിന്റെ ടൈമിന്റെ കാര്യമാണ് മിക്കവാറും ചോദിക്കാറുള്ള ചാൻസ്. ഓക്കെ, ദെൻ കറണ്ട് ഇന്റൻസിറ്റി ആംപിയർ. ടെമ്പറേച്ചർ ഉണ്ടോ, ടെമ്പറേച്ചർ ഫാരൻഹീറ്റിൽ മെഷർ ചെയ്യാം. സെന്റിഗ്രേഡ് ഡിഗ്രി സെൽഷ്യസ് സെന്റിഗ്രേഡിൽ മെഷർ ചെയ്യാം. ഇവിടെയും സെന്റിഗ്രേഡ് ആണ്, SI യൂണിറ്റിലാണ് കെൽവിനായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. മെയിൻലി നമ്മൾ പറയാറുള്ള മിക്ക മെറ്റീരിയൽസിലും പറയുന്ന ടൈമിന്റെ യൂണിറ്റ് ആണ് എന്താണ് ഈ എല്ലാ സിസ്റ്റത്തിലും സെയിം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ എങ്കിലും എന്താണ് ടൈമിന്റെ കാര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് PY ചോദിച്ച് കണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കിയതാണ് ഈ സ്ലൈഡ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് മെഷർ ചെയ്യുന്ന യൂണിറ്റ്സിനെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുക. അല്ലേ, കറക്റ്റ് അല്ലേ? സോ ഓഡിയോ കട്ടാവുന്നുണ്ടെങ്കിൽ പറയണം. ഓക്കെ, സോ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുമ്പം നോക്കിയേ, ഇവിടെ ഫ്രീക്വൻസി ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് അല്ലെ. എത്രയാണ് അതിന്റെ ഫ്രീക്വൻസി, ഒരു ടൈം സോറി ഒരു സൗണ്ടിന്റെ ഫ്രീക്വൻസി എത്രയാണ് എന്നൊക്കെ നോക്കുന്നത് എന്താ, ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. സോ ഡിറൈവ്ഡ് യൂണിറ്റിന്റെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്താണ്, ഹെർട്സ്. ഇവിടെ നേരെ തിരിച്ചാട്ടോ എഴുതിയിരിക്കണം, ക്വാണ്ടിറ്റി ഇപ്പുറത്തും നെയിം ഇപ്പുറത്തും, അതായത് യൂണിറ്റ് ഇപ്പുറത്തും. ഓക്കെ ആണല്ലോ. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ക്വാണ്ടിറ്റി ആണ്, ഫ്രീക്വൻസിയുടെ ഹെർട്സ്. ആംഗിൾ റേഡിയൻ. സോളിഡ് ആംഗിൾ സ്റ്റെറേഡിയൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോളിഡ് ആംഗിളും മാറിപ്പോരുത്. ഓക്കെ, ആംഗിൾ റേഡിയൻ, സോളിഡ് ആംഗിൾ സ്റ്റെറേഡിയൻ. ദെൻ ഫോഴ്സ് എത്ര, എന്താണ്, ന്യൂട്ടൺ അല്ലെ. ഫിസിക്കൽ ടൈം നമ്മൾ പറഞ്ഞു, ന്യൂട്ടൺ. ദെൻ പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്, പാസ്കൽ. പ്രഷർ എന്താ, ആ ഒരു യൂണിറ്റ് ഏരിയയിൽ അല്ലെ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് F/A അല്ലെ. അതാണ് ആ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് ശരിക്കും പ്രഷർ എന്ന് പറയുന്നത്, അത് പാസ്കൽ. ദെൻ എനർജി നമ്മൾ ജൂൾ അല്ലെ. എത്രത്തോളം എനർജി, ഒരു ഫ്യൂവലിന്റെ എഫിഷ്യൻസി നമ്മൾ ജൂളിൽ പറയും. എത്രത്തോളം അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു അത് നമ്മൾ ജൂളിൽ പറയും. ഓക്കെ, ദെൻ പവറിന്റെ എന്താണ്, വാട്ട്. ഇതെല്ലാം ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്, ഇതിലൊന്നും ഒരു സംശയമില്ല. ബിക്കോസ് ഇതെല്ലാം ഏതെങ്കിലും ഒക്കെ എടുത്ത് എക്സാമിന് ചോദിക്കും. ഓക്കെ, സോ പവർ, ഇലക്ട്രിക് പവർ ആണ് വാട്ട്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് കിലോ വാട്ട് അവർ എന്ന് പറയുകയാണ്. 2 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 1 കിലോ വാട്ട് അവർ. ഇത് എന്തിന്റെ എന്താണ് യൂണിറ്റ് ആണ്, എന്തിന്റെ മെഷർമെന്റ് ആണ് ചോദിക്കണമെങ്കിൽ എന്താണ്, പവർ ആണ്. വാട്ട് എന്ന് കണ്ടാൽ തന്നെ അവിടെ എന്താണ്, പവർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ പവർ. ഓക്കെ, എനർജി പവർ ഏത് വേണമെങ്കിലും പറയാം. എനർജി ഏത് ഫോമിലാണോ അതിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ജൂളിൽ പറയുന്നത് ഏത് ഫോമിലാണ് നോക്കിയിട്ടാണ് പറയുന്നത്. ഇലക്ട്രിക് ചാർജ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, കൂളോം. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. ഇനി വോൾട്ടേജ്. ഓക്കെ, വോൾട്ടേജ് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. നമ്മൾ ഫിസിക്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്തോറും ഇതെല്ലാം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ എല്ലാ ക്വാണ്ടിറ്റീസും എന്താന്ന് പഠിക്കണം, ഇതിന്റെ ഇക്വേഷൻസ് പഠിക്കണം, ഇതിന്റെ എന്താണ് യൂണിറ്റ്സ് പഠിക്കണം. മെയിൻലി യൂണിറ്റ്സ് ഉള്ള ക്വാണ്ടിറ്റീസും ഉണ്ട്, യൂണിറ്റ്സ് ഇല്ലാത്ത ക്വാണ്ടിറ്റീസും ഉണ്ട്. ഓക്കെ, യൂണിറ്റ്സ് ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സോ നമ്മളെ പഠിക്കുമ്പോൾ വഴി അത് പറഞ്ഞുതരാം. ഇപ്പൊ യൂണിറ്റ്സ് ഉള്ള ആൾക്കാരുടെ യൂണിറ്റ്സ് പഠിക്കുക. ഓക്കെ ആണല്ലോ. സോ ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ്, കപ്പാസിറ്റർ അല്ലെ. കപ്പാസിറ്ററിന്റെ ഒരു ചെറിയൊരു സ്പേസിൽ, കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അല്ലെ പഠിച്ചിട്ടുണ്ട്, ചെറിയൊരു സ്പേസിൽ ലാർജ് ചാർജ് ക്യാരി ചെയ്ത് വെക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് കപ്പാസിറ്റേഴ്സ്. സോ ഈ കപ്പാസിറ്റേഴ്സിന്റെ ആ ഒരു എഫിഷ്യൻസി നമ്മൾ കപ്പാസിറ്റൻസിൽ പറയും. അപ്പൊ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണ്, ഫാരഡ് ആണ്. PYQ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്, ഓം. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഓം ആണ് അല്ലെ. അപ്പൊ കണ്ടക്ടൻസിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും എന്ത്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല്. അപ്പൊ കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു 1/R ആയിരിക്കും. അപ്പൊ ഇതും കണ്ടക്ടൻസും റെസിസ്റ്റൻസും നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ഓർക്കുക. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു എനർജി ഫ്ലോ അല്ലെങ്കിൽ കറണ്ടിന്റെ ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് അല്ലെ. അതേസമയം കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ കടത്തിവിടുന്ന അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യിപ്പിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഈ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അപ്പൊ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്തായിരിക്കും, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ഓം റേസ് ടു -1 അല്ലെ. ഓർ ഇങ്ങനെ എഴുതാം. ഓക്കെ, സിമ്പിൾ ഓം ആണ്. ഓം റേസ് ടു -1 അല്ലെങ്കിൽ 1/Ohm എന്നുള്ള രീതിക്ക് എഴുതാം. നമ്മൾ പൊതുവെ പറയാറുള്ളത് ഇങ്ങനെയാണ്. സോ അത് പഠിച്ചിരിക്കുക കേട്ടോ. ഓം റേസ് ടു -1 കണ്ടക്ടൻസിന്റെ യൂണിറ്റ്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ്. കണ്ടോ, ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് സീമെൻസ്. കണ്ടോ, ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് സീമെൻസ്.
അപ്പൊ ഓം റേസ് ടു -1 തന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് സീമൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്? വെബർ. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താ? രണ്ട് മാഗ്നറ്റ്സ് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റും, മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മളിത് പഠിക്കും. ഇവിടെ എന്തുണ്ട്? ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ. മാഗ്നറ്റിക് ഫ്ലക്സ് ഇത് ശരിക്കും കാണുമ്പോൾ ഒരു വെബ് പോലെ ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് പഠിക്കാം? വെബർ. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ്, വെബർ. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് എത്രത്തോളം ഇവിടെ ഡെൻസിറ്റി ഉണ്ട്, എത്ര ഏരിയയിലാണ് ഇത് ഇങ്ങനെ വിപുലീകരിച്ച് കിടക്കുന്നത് എന്ന് നോക്കുന്നതാണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ദാറ്റ് ഇസ് ടെസ്ല. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ടെസ്ല. ഇനി ഇലക്ട്രിക്കൽ ഇൻഡക്റ്റൻസ്. കണ്ടക്ടൻസ് അല്ല, ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് ഹെൻറി. ഇൻഡക്റ്റൻസ് ഹെൻറി. ഓക്കെ, സോ ഇനി ഡിഗ്രി സെൽഷ്യസ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, അതേപോലെ ഫാരൻഹീറ്റ് ഉണ്ട്, അതേപോലെ നമുക്ക് റീമർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്കെയിൽ ഉണ്ട്. അപ്പൊ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് RRBക്ക് ആവശ്യമില്ല. അപ്പൊ എങ്കിലും ഓർത്തിരിക്കുക, നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഡിഫറെന്റ് സ്കെയിൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെ ഇവിടെ ഡിഗ്രി സെൽഷ്യസിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് നോക്കിക്കോളൂ. 2 ഡിഗ്രി ടെമ്പറേച്ചർ റിലേറ്റീവ് ടു 273.15 കെൽവിൻ എന്നാണ് ഇവിടെ പറയണം. ഓക്കെ, അതായത് ഇവിടെ പല സ്കെയിലുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കെൽവിൻ ഉണ്ട്, സെൽഷ്യസ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്, പിന്നെ ഒരു സ്കെയിൽ ഉണ്ട് റീമർ. റീമർ എന്ന് പറഞ്ഞൊരു സ്കെയിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ 4 സ്കെയിലുകൾ ഓർത്തിരിക്കുക. ഇതില് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ഡിഗ്രി ആണ് ശരിക്കും ഫ്രീസിങ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് അല്ലെ. ഡിഗ്രി സെൽഷ്യസിൽ 0 ഡിഗ്രിയിൽ വെള്ളം ഐസായിട്ട് മാറും. അതേസമയം 100 ഡിഗ്രിയിൽ വാട്ടർ എന്ത് ചെയ്യും? ബോയിൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഈ 0 ഡിഗ്രിക്ക് തുല്യം ഈ കെൽവിനിൽ ഏതാണ്? 273 കെൽവിൻ ആണ്. 273.15 കെൽവിൻ ആണ് ഇവിടെ 0ക്ക് ഇക്വലന്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ ഇതിന് എന്തെന്ന് പറയും നമ്മള്? ആബ്സല്യൂട്ട് സീറോ എന്ന് പറയും. സോ കെൽവിൻ സ്കെയിൽ is also known as absolute scale. This is absolute zero. This is absolute scale ആണ് കെൽവിൻ സ്കെയിൽ. അപ്പൊ 273 കെൽവിൻ ആണ് absolute zero എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ലൂമിനസ് ഫ്ലക്സ് അല്ലെ, ലൂമിനസൻസ് എത്രയാണ് നോക്കാനാണ് ഈ ലൂമിനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യണം. ദെൻ ഇല്യൂമിനൻസ്. ലൂമിനസ് ഫ്ലക്സ് ആണ് ലൂമനിൽ നമ്മൾ നോക്കുക. ഇല്യൂമിനൻസ് എത്രയുണ്ട് നോക്കാൻ നമ്മൾ ലക്സ് എന്നുള്ള ടേം ആണ് നമ്മൾ ക്വാണ്ടിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇല്യൂമിനൻസ്, ലൂമിനസൻസ് എല്ലാം എന്താണെന്നും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഏകദേശം സീമൻസ് അറിയാം, വെബർ, ടെസ്ല. എന്തെങ്കിലും അറിയാത്ത ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുക. സോ ഇവിടെ ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡക്റ്റൻസ്. ഓക്കെ, ഹെൻറി. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഒരു സർക്യൂട്ട് നമ്മളല്ലെങ്കിൽ നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടില് ഇറ്റ് ഒപ്പോസസ് ചേഞ്ചസ് ഇൻ ദി കറണ്ട് ഫ്ലോ. ഓക്കെ, കറണ്ട് ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന കറണ്ട് ഫ്ലോന്റെ ചേഞ്ചസിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതെന്ത്? ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഡെഫിനിഷൻ വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. component that opposes changes in current flowing. Inductance. Component that opposes changes in the current flowing through it. ഓക്കെ ആണല്ലോ. സോ ഇതാണ് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണ്ട. അപ്പൊ ആ കറണ്ട് ഫ്ലോയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ ഒപ്പോസ് ചെയ്തിട്ട് അവിടെ കറക്റ്റ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതിന്റെ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇല്യൂമിനൻസ്, പിന്നെ ലൂമിനസൻസ്. ഓക്കെ, ദെൻ റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. റേഡിയോ ആക്ടിവിറ്റി ബെക്കറൽ. ഓക്കെ, ബെക്കറൽ എന്ന് പറയുമ്പോൾ ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് തന്നെയാണ് ആ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. റേഡിയോ ആക്റ്റീവ് ഡീകേ പെർ യൂണിറ്റ് ടൈം. അതാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയസ് ഡിസൻറ്റഗ്രേറ്റ് ആവുന്ന സമയത്ത് ഒരുപാട് റേഡിയോ ആക്റ്റീവ് റേസ് എന്ത് ചെയ്യും? ഇത് എമിറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്ലൂട്ടോണിയം ഇല്ലെങ്കിൽ നമ്മൾ യുറേനിയം പോലെയുള്ള ന്യൂക്ലിയസുകളൊക്കെ എന്ത് ചെയ്യും? ഒരുപാട് റേഡിയോ ആക്റ്റീവ് റേസിനെ ഇങ്ങനെ എമിറ്റ് ചെയ്യും. അത് എത്രത്തോളം റേഡിയോ ആക്റ്റീവ് ഡീകേ അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് റേസ് പുറത്തു വരുന്നുണ്ട് പെർ യൂണിറ്റ് ടൈമിൽ എന്ന് നോക്കുന്നതാണ് എന്ത്? ബെക്കറൽ എന്ന് പറഞ്ഞാൽ. ബെക്കറൽ എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്. ശരിക്കും റേഡിയോ ആക്ടിവിറ്റിയുടെ MKS CGS യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂരി ആണ് കേട്ടോ. ക്യൂരി ആണ് CGS യൂണിറ്റ് എന്ന് പറയുന്നത്.
റേഡിയോ ആക്ടിവിറ്റിയുടെ CGS യൂണിറ്റ് ക്യൂറി ആണ്. കാരണം റേഡിയോ ആക്ടിവിറ്റിയിൽ ഒരുപാട് സ്റ്റഡീസ് ഒക്കെ ചെയ്ത് നോബലൊക്കെ കിട്ടിയത് മാഡം ക്യൂറി ആൻഡ് ഹസ്ബൻഡ് പിയറി ക്യൂറിക്കൊക്കെയാണ്. അപ്പൊ അങ്ങനെ CGS സിസ്റ്റം ഓഫ് റേഡിയോ ആക്ടിവിറ്റി ചോദിക്കുവാണെങ്കിൽ അത് ക്യൂറി ആണ്. ഓക്കെ, ഇനി ഗ്രേ എന്ന് പറഞ്ഞാൽ അബ്സോർബ്ഡ് ഡോസ് ഓഫ് അയണൈസിങ് റേഡിയേഷൻ. അയണൈസിങ് റേഡിയേഷനിൽ എത്രത്തോളം റേസ് അവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ഗ്രേ ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും ഓർത്തിരിക്കുക. ഇനി സി വോട്ട് എന്ന് പറഞ്ഞാൽ ഇക്വാലന്റ് ഡോസ് ഓഫ് അയണൈസിങ് റേഡിയേഷൻ. ഇത് അബ്സോർബ്ഡ് ഡോസ് ആണ് ഗ്രേ. എത്ര ഇക്വാലന്റ് ഡോസ് വരുന്നുണ്ട് എന്ന് നോക്കുന്നതാണ് എന്ത് സി വോട്ട്. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അബ്സോർബ്ഡ് ഡോസ് ഗ്രേ, ഇക്വാലന്റ് ഡോസ് സി വോട്ട്. ഓക്കെ, കെറ്റാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റലിറ്റിക് ആക്ടിവിറ്റി ആണ്. ഇത്ര കെറ്റാൽ ആക്ടിവിറ്റി അവിടെ ഉണ്ടായി. സപ്പോസ് സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വനേഡിയം പെന്റോക്സൈഡ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. സോ വനേഡിയം പെന്റോക്സൈഡിന് എത്രത്തോളം അവിടെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉണ്ടായി എന്ന് നോക്കാൻ നമ്മൾ എന്ത് പറയും? കെറ്റാൽ എന്നുള്ള ടേമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് സ്ലൈഡ്. ഏരിയ ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ഇതിന്റെ ഒരു ഇക്വേഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതാ നോക്കുക. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്താ? സ്ക്വയർ മീറ്റർ സ്ക്വയർ അല്ലേ? മീറ്റർ സ്ക്വയർ നമുക്കറിയാം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. 3 മീറ്റർ ആണ്. സോ മീറ്റർ ക്യൂബ്. ഇതെല്ലാം ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് കേട്ടോ. ഇനി ഡെൻസിറ്റി കണ്ടോ? ഇങ്ങനെ ഒരു സിമ്പിൾ ആണ് നമ്മൾ ഡെൻസിറ്റി കൊടുക്കുക. റോ എന്നുള്ള സിമ്പിൾ ആണ്. ദെൻ കിലോഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ. ഓക്കെ, കിലോഗ്രാംസ് പെർ ക്യൂബ്. ഇത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞു. അതായത് മാസ് ബൈ എന്താണ്? വോളിയം ആണ് അല്ലേ? മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇനി കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി എന്ന് പറയും. അതായത് എമൗണ്ട് ഡിവൈഡഡ് ബൈ മോൾ. അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ അതിന്റെ വോളിയം ആണ് നമ്മൾ എന്തെന്ന് പറയുക? എമൗണ്ട് ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, സോ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ എന്തിൽ പറയും? മോളിൽ പറയും. അത് എത്ര വോളിയത്തിൽ ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ബൈ എന്താണ്? അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്റർ എന്ന് പറയാം. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ദെൻ സ്പീഡ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ലെങ്ത് ആൻഡ് ടൈം ആണ്. ലെങ്ത് പെർ ടൈം ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ എന്താ? സ്പീഡ് ബൈ ടൈം ആണ്. ഓക്കെ, സ്പീഡ് ബൈ ടൈം അല്ലെങ്കിൽ വെലോസിറ്റി ബൈ ടൈം അങ്ങനെയും വരാട്ടോ ഇവിടെ. വെലോസിറ്റി ബൈ ടൈം. സ്പീഡ് ബൈ ടൈം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബൈ ടൈം. ആംഗുലാർ വെലോസിറ്റി എപ്പോഴാണ് കിട്ടുക? ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇരിക്കുന്ന സമയത്ത്. ഈ മോഷന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ വീണ്ടും പറയാം. സോ ഇതെല്ലാം ഇപ്പോഴും ബൈഹാർട്ട് ചെയ്യൽ മാത്രമേ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ചെയ്യാനുള്ളൂ. സോ ഈ ഒരു സർക്കുലർ മോഷനിലുള്ള ഒബ്ജക്ട്സിന് കൈവരുന്ന വെലോസിറ്റി, ആ ഒബ്ജക്ട്സിന്റെ വെലോസിറ്റി നമ്മൾ എങ്ങനെയാണ് പറയുക? ആംഗുലാർ വെലോസിറ്റി ആണ് പറയുക. അതായത് അതിന്റെ ഡിഫറെന്റ് പൊസിഷൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ കിട്ടും അല്ലെ? ഇവിടെ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ കിട്ടും. അപ്പൊ ഈ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമ്മൾ നോക്കാറുള്ളത്. ഓക്കെ, ഈ ഒരു ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി. സർക്കുലർ മോഷനിലുള്ള ഒബ്ജക്ട്സിന്റെ വെലോസിറ്റി ആണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുക. അപ്പൊ റേഡിയൻസ് പെർ സെക്കൻഡ് അല്ലെ? അപ്പൊ ആംഗിൾ ബൈ ടൈം ആണ് റേഡിയൻസ് പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താ? സർക്കുലർ മോഷനിലായതുകൊണ്ട് ഇങ്ങനെ ഇതായിരിക്കും അതിന്റെ ഡിസ്റ്റൻസ് അല്ലെ? അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള എത്ര ആ സർക്കുലർ മോഷനിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലെ? ആ ഏരിയ ആയിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ സോ അകത്തുള്ള ആംഗിൾ നോക്കുന്നു. സോ ഈ ഭാഗം നോക്കുന്നു. ദെൻ എങ്ങനെയാണ് നമ്മൾ നോക്കുക? 360 ഉള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. സോ ഇവിടെ ആംഗുലാർ വെലോസിറ്റി എന്നുള്ള രീതിക്ക് ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് എന്താ? എക്സ് ബൈ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു എത്രയാണോ ആംഗിൾ, ഇവിടെയുള്ള ആംഗിൾ ഡിവൈഡഡ് ബൈ 360. ഈ ഒരു റേഷ്യോ ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസ് ഓഫ് ദി ആർക്കിന്റെ ഡിസ്റ്റൻസ്. എത്ര ദൂരം ഇത് ട്രാവൽ ചെയ്ത് നോക്കാം. ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബിയിലോട്ട് ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കുക. ഈ ഒരു എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ റേഷ്യോ കിട്ടും. ആർക്ക് ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ സർക്കുലർ മോഷനിൽ ഉണ്ടായ ദൂരം എടുത്താൽ മതി. അപ്പൊ ടോട്ടൽ ലെങ്ത്, ആർക്ക് ലെങ്ത് ബൈ ടോട്ടൽ ലെങ്ത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്തായാലും ടോട്ടൽ ലെങ്ത് എന്തായാലും നമുക്ക് എത്ര ദൂരം ഈ സർക്കുലർ മോഷനിൽ ഈ റോഡിന്റെ ദൂരം എത്രയാണെന്ന് നോക്കുക. ഈ സർക്കുലർ റോഡ് ആണെങ്കിൽ ആ റോഡിന്റെ ദൂരം നോക്കുക. എന്നിട്ട് ഈ എ ടു ബി എത്രയാണ് മൂവ് ചെയ്തത് നമുക്ക് അറിയില്ല. അപ്പൊ ടോട്ടൽ ലെങ്ത് ഇവിടെ കിട്ടി. എക്സ് ഈ ആംഗിൾ എടുത്താൽ മതി. എത്ര ആംഗിൾ ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റും ഈ എൻഡിങ് പോയിന്റും, ഇനീഷ്യലും ഫൈനലും ആ പൊസിഷൻ തമ്മിലുള്ള ആംഗിൾ എടുക്കുക, തീറ്റ എടുക്കുക. എന്നിട്ട് ഇവിടെ എഴുതുക. എപ്പോൾ എന്ത് കിട്ടും? ഈ ആർക്ക് ലെങ്ത് കിട്ടും.
സോ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആംഗിൾ ബൈ ടൈം ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടേക്ക് വരാനുള്ള എടുത്ത ടൈം എടുക്കുക, ദെൻ അതിന്റെ ആംഗിൾ എടുക്കുക, ആംഗിൾ ബൈ ടൈം ചെയ്താൽ നമുക്ക് ആംഗുലർ വെലോസിറ്റി കിട്ടും. ഓക്കെ, ദെൻ കറണ്ട് ഡെൻസിറ്റി, കറണ്ട് ബൈ ടൈം ആണ് അല്ലെ, കറണ്ടിന്റെ ഡെൻസിറ്റി ആ ഏരിയയിലുള്ള കറണ്ട് അല്ലെ, ആ ഏരിയയിൽ എന്ന് പറയുമ്പോൾ എന്താ ഏരിയ ബൈ കറണ്ട് ബൈ ടൈം ആണ്, ആംപിയർ ബൈ എന്താണ് ടൈം ആണ്, അല്ലെങ്കിൽ ഏരിയ ആണ്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ ഏരിയ. ഓക്കെ, ആംപിയർ പെർ സ്ക്വയർ മീറ്റർ ആണ് കേട്ടോ, ആംപിയർ പെർ സ്ക്വയർ മീറ്റർ ആണ്. ഇത് പഠിച്ചാൽ മതി, ഇത് പഠിക്കണ്ട. ഓക്കെ, ജസ്റ്റ് കട്ട് ചെയ്യാം, അത് പഠിക്കണ്ട, ഇത് പഠിച്ചാൽ മതി. ആംപിയർ പെർ സ്ക്വയർ മീറ്റർ ആണ് എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മിനിറ്റ് എന്താണ് ടൈമിന്റെ അല്ലെ, ടൈമിന്റെ മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആണ്. സെക്കൻഡ് നമ്മൾ SI സിസ്റ്റത്തിൽ നമ്മൾ സെക്കൻഡിന് യൂസ് ചെയ്യും, ടൈമിനെ നമ്മൾ എന്തിന് യൂസ് ചെയ്യാറുണ്ട്, മിനിറ്റിൽ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഡിറൈവ്ഡ് അല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ടൈം അവറിൽ പറയും അല്ലെ, ദെൻ ടൈം ഡേയിൽ പറയും, ദെൻ ലെങ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആസ്ട്രോണമിക്കൽ യൂണിറ്റിൽ പറയും. പ്ലെയിൻ ആംഗിൾ, സാധാരണ ഒരു പ്ലെയിൻ ആംഗിൾ ആണെങ്കിൽ നമ്മൾ ഡിഗ്രിയിൽ പറയും, പ്ലെയിൻ ആംഗിൾ നമ്മൾ മിനിറ്റിൽ പറയാറുണ്ട്. ഓക്കെ, ഇതിങ്ങനെയാണ്, ജസ്റ്റ് ഒരു ഡിഗ്രി ഇങ്ങനെ റൗണ്ട് ആണെങ്കിൽ ഡിഗ്രി, 1 ഡാഷ് ആണെങ്കിൽ മിനിറ്റ്, 2 ഡാഷ് ആണെങ്കിൽ ശരിക്കും സെക്കൻഡിലാണ് ഇത് പറയുന്നത്. ഓക്കെ, സോ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ്. ഓക്കെ, ഏരിയ അല്ലെ, ഇത്ര ഹെക്ടർ സ്ഥലമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, അപ്പൊ ഏരിയ എന്ന് പറയുമ്പോൾ ഹെക്ടർ. ഓക്കെ, ഇത്ര സെന്റ് പറയാറുണ്ട്, ഹെക്ടർ പറയാറുണ്ട്, ഇതൊക്കെ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസും യൂണിറ്റ്സും തന്നെയാണ്. ദെൻ വോളിയം എന്താണ്, ലിറ്ററിൽ അല്ലെ, ലിറ്ററിൽ പറയുകയാണെങ്കിൽ മീറ്റർ ക്യൂബ് വോളിയം എന്ന് പറയുമ്പോൾ. ദെൻ മാസ് എന്ന് പറഞ്ഞാൽ ടണ്ണിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിരുന്നു. സോ ടണ്ണിന്റെ എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു, ടണ്ണിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. 1 ടൺ ഇസ് ഈക്വൽ ടു 10⁻³ kg ആണ്. 1 ടൺ ഇസ് ഈക്വൽ ടു, നോട്ട് ചെയ്ത് വെക്കുക, 1 ടൺ ഇസ് ഈക്വൽ ടു 10⁻³ kilograms. ഇല്ലെങ്കിൽ ഇത് എങ്ങനെ പറയാം, 1000 അല്ലെ, 10⁻³ എന്ന് പറയുമ്പോൾ 1000 kilograms എന്ന് പറയാം അല്ലെ. 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ എന്താ, 1 മെട്രിക് ടൺ. 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 10⁻³ ടണ്ണിനെയാണ് നമ്മൾ മെട്രിക് ടൺ എന്ന് പറയുന്നത്, മെട്രിക് അല്ലെ. 1 മെട്രിക് ടൺ, നോട്ട് ചെയ്ത് വെക്കുക, 1 മെട്രിക് ടൺ. 1 മെട്രിക് ടൺ എന്ന് പറയുമ്പോൾ അത് എത്ര kg ആണെന്ന് കൂടി നോട്ട് ചെയ്ത് വെച്ചോ. 1 മെട്രിക് ടൺ, 1 മെട്രിക് ടൺ 10⁻³ ടൺ ആണ് എന്ന് വെച്ചാൽ 10⁻⁶ kilograms ആണ്, 10⁻⁶ kilograms. ഓക്കെ, ഇത് ഡിഫറെന്റ് ടൈമുകളിലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ ക്വിന്റൽ ഉണ്ട്. ക്വിന്റൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ, 10 quintals ഇൻ 1 മെട്രിക് ടൺ. 1 മെട്രിക് ടൺ എന്ന് പറയുമ്പോൾ എത്ര ക്വിന്റൽ എന്ന് കൂടി നോട്ട് ചെയ്യുക. 10 quintals. ഓക്കെ ആണല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നോട്ട് ചെയ്യാനാണ് ടൈം തന്നത്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഇതെല്ലാം. ദെൻ 1 മെട്രിക് ടൺ ഇസ് ഈക്വൽ ടു 10⁻³ ടൺ, അല്ലെങ്കിൽ ടൺ തന്നെ പറഞ്ഞാലും മതി. ടൺ മെട്രിക് ടൺ അങ്ങനെ മാറി അങ്ങനെ അത്രയ്ക്ക് ഡീപ്പായിട്ട് ചോദിക്കാറില്ല, പക്ഷെ രണ്ടും അറിഞ്ഞിരിക്കുക. ദെൻ 10 ക്വിന്റൽസ് ആണ് 1 മെട്രിക് ടൺ എന്ന് പറയണത്, 10 ക്വിന്റൽസ് ഇൻ 1 മെട്രിക് ടൺ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ്, ഓക്കെ, ഇതിൽ ടൺ കഴിഞ്ഞു. ഡാൾട്ടൺ, മാസ് നമ്മൾ ഡാൾട്ടണിൽ പറയും, ഇത്ര ഡാൾട്ടൺ, ഇതിന്റെ മാസ് എത്രയാണ് ചോദിച്ചാൽ നമ്മൾ ഡാൾട്ടണിലും പറയാറുണ്ട്. ദെൻ എനർജി ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇലക്ട്രോൺ എനർജി, ഇലക്ട്രോണിന്റെ സ്പീഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എനർജി ഒക്കെ നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലും പറയാറുണ്ട്. ഓക്കെ, ദെൻ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു വേവ് അല്ലെ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്നതാണ്. സോ റെസിപ്രോക്കൽ ഓഫ് മീറ്ററിന്റെ റെസിപ്രോക്കൽ എന്ന് പഠിച്ചാൽ മതി, വേവ് നമ്പർ. സ്പെസിഫിക് വോളിയം എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിലുള്ള ആ ഒരു സബ്സ്റ്റൻസ്, ആ ഒരു ഏരിയയിലുള്ള വോളിയം എത്രയാണ് അല്ലെ, വോളിയം ബൈ മാസ് ആണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് എത്രത്തോളം ആ ഒരു മാസ് ഉണ്ട്, അത് സ്പെസിഫിക് വോളിയം. അപ്പൊ ക്യൂബിക് മീറ്റർ പെർ കിലോഗ്രാം. അപ്പൊ വോളിയം ബൈ മാസ് നോക്കുക, അതാണ് അതിന്റെ സ്പെസിഫിക് വോളിയം. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയത് ഞാൻ ജസ്റ്റ് ടിക്ക് ഇട്ട് തരാം, അത് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക. ഇവിടെ കൂടുതൽ ഈ പ്ലെയിൻ ആംഗിളിന്റെ കാര്യം ചോദിക്കാറുണ്ട്. ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ്.
ഓർക്കുക. മിനിറ്റിന്റെ ടൈം ഇതൊക്കെ നമുക്ക് അറിയാം. ദെൻ പ്രീവിയസ് സ്ലൈഡിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആംഗുലർ വെലോസിറ്റി, ആക്സലറേഷൻ, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, ദെൻ ഡെൻസിറ്റി, വോളിയം, ഈ ഏരിയ ഒക്കെ നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒന്ന് ഞാൻ ടിക്കറ്റ് വെച്ചെന്നേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ പഠിക്കേണ്ടത് ബെക്കറൽ, ലക്സ്, ഡിഗ്രി സെൽഷ്യസ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. സോ ഞാനതപ്പോൾ പറയാം. ദെൻ ഇവിടെ വെബർ, സീമൻസ്, ഇതെല്ലാം TYക്ക് ചോദിച്ചതാണ് കേട്ടോ. പല സമയത്തായിട്ട് പല എക്സാംസിനൊക്കെ ആയിട്ട് ചോദിച്ചതാണ്. ദെൻ ഫാരഡ്, ഓം, ഒരു കാര്യം ചെയ്യുക, ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്റ്റെറിഡിയൻ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ബാക്കി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ഈ ഫസ്റ്റ് വെച്ചിരിക്കുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത്രയും ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് യൂണിറ്റ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 എണ്ണമാണ്, അത് എന്തായാലും പഠിക്കണം. ഓക്കെ, ദെൻ ചില പ്രിഫിക്സുകളും സഫിക്സുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ SI പ്രിഫിക്സസ് യൂസ്ഡ് ഇൻ യൂണിറ്റ്സ് ഇൻ ഫിസിക്സ്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പ്രിഫിക്സുകൾ യൂസ് ചെയ്യണം? ലാർജ് അല്ലെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റീസ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു 10⁻⁻⁶ അല്ലെങ്കിൽ 10⁻15 ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതാണെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റീനെ നോക്കാനാണ്, ഇതാണെങ്കിൽ വളരെ സ്മോൾ ക്വാണ്ടിറ്റീസിനെ പറയാനാണ്. ഓക്കെ, നമ്മൾ ഗാലക്സികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ ലൈറ്റ് ഇയറിൽ പറയണമെന്നുണ്ടെങ്കിൽ 10⁻², ആ രീതിക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. കാരണം വലിയ ഡിസ്റ്റൻസ് ആണ്. അതേസമയം ന്യൂക്ലിയസോ ആറ്റോംസോ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിലോ വളരെ ചെറിയ ഡിസ്റ്റൻസിൽ നമുക്ക് പറഞ്ഞാൽ മതി. ഓക്കെ, ദെൻ കിലോ. കിലോ ഈസ് ദി യൂണിറ്റ് പ്രിഫിക്സ് ഇൻ ദി യൂണിറ്റ് കിലോമീറ്റർ. അപ്പൊ ശരിക്കും പറയുമ്പോൾ ഇങ്ങനെ യൂണിറ്റുകളിൽ പറയുമ്പോൾ മാത്രമല്ല, എഴുതുന്ന സമയത്ത് നമ്മൾ കിലോമീറ്ററിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഇത്ര കിലോ അല്ലെ. കെ എന്ന് പറയുന്നത്, കിലോ എന്ന് പറയുന്നത് ഇതിന്റെ പ്രിഫിക്സ് ആണ്. കെ എന്ന് പറയുന്നതിന്റെ പ്രിഫിക്സ് ആണ്. A unit prefix stands for a specific positive or negative power of 10. ഇപ്പൊ ഞാൻ നേരത്തെ ഇതുപോലെ ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് പവർ ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് പവർ ആയിരിക്കും 10ന്റെ. ഓക്കെ, സോ അതിൽ നോക്കിയേ, കോമൺ ആയിട്ടുള്ള പ്രിഫിക്സുകൾ നോക്കിയേ. നാനോ, നാനോ എന്ന് പറയുമ്പോൾ എന്താണ്? 10⁻⁻⁹ ഇത് പഠിച്ചിരിക്കുക കേട്ടോ. നാനോ 10⁻⁻⁹. മൈക്രോ, ഇതാണ് സിമ്പിൾ 10⁻⁻�6. ഇങ്ങനെ 3 കുറഞ്ഞു വരുന്ന രീതിക്ക് നാനോ, മൈക്രോ, മില്ലി അങ്ങനെ പഠിക്കുക. മില്ലി എന്ന് പറയുമ്പോൾ 10⁻⁻3. ഇനി സെന്റി എന്ന് പറയുമ്പോൾ എന്തായാലും സെന്റിമീറ്റർ അല്ലെ, അപ്പൊ 2 ആയിരിക്കും. അപ്പൊ 10⁻⁻2 ആണ്. ഡെസി എന്ന് പറയുമ്പോൾ 10⁻⁻1 ആണ്. ഓക്കെ, ദെൻ കിലോ, കിലോമീറ്റർ, ഇതൊക്കെ മീറ്റർ ആയാലും ഇതൊക്കെ മീറ്ററിൽ നാനോമീറ്റർ, മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഡെസിമീറ്റർ, കിലോമീറ്റർ. കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10⁻3 ആണ് അല്ലെ. അപ്പൊ ഇൻറ്റു 10⁻3 എത്രയാണ്, എത്ര കിലോമീറ്റർ ആണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത്ര മീറ്റർ എത്ര കിലോമീറ്റർ ആണ്, ഇത്ര കിലോമീറ്റർ എത്ര മീറ്റർ ആണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇൻറ്റു ചെയ്യുക. വലിയ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുക. ചെറിയ ക്വാണ്ടിറ്റിയിലോട്ടാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻറ്റു ചെയ്യുക. ഓക്കെ, സോ ഇൻറ്റു 10⁻3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കിലോമീറ്റർ കിട്ടും അല്ലെ. ദെൻ 10⁻6 ആണ് മെഗാ, 10⁻9 ജിഗ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കും. 369 ആ ഒരു രീതിക്ക് ഇവിടെ കുറഞ്ഞു വരുന്നു. ദെൻ 21 വീണ്ടും 369 ആണ് അല്ലെ. 963 21 369 എളുപ്പത്തിൽ നമുക്കിത് പഠിക്കാനായിട്ട് പറ്റും. ദെൻ കോമൺ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു എത്ര മീറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു 1 മീറ്റർ എത്ര സെന്റിമീറ്റർ ആണ് എന്ന് ചോദിക്കാം. ഓക്കെ, 1 മീറ്റർ ഇസ് ഈക്വൽ ടു അല്ലെ 100 സെന്റിമീറ്റർ, 1 മീറ്റർ, ഇതൊക്കെ നമുക്കറിയാം. സോ 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 1000 grams. Then 1 gigabyte. ഓക്കെ, gigabyte ഇസ് ഈക്വൽ ടു ഇത് എത്രയാന്ന് നോക്കുക. ഇത്രയും ബൈറ്റ്സ് ആണ് 1 gigabyte എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സെക്കൻഡ്, ഇത്രയും സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്. സോ ഇത്രയും 5.2 മൈക്രോ സെക്കൻഡ് ഇത്ര സെക്കൻഡ് ആണ്. സോ എന്ത് ചെയ്താൽ മതി? 5.2 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? നമുക്ക് 10⁻⁻6. ഇവിടെ 6 സീറോസ് ആണ് അല്ലെ, അതായത് 5 സീറോസ് ആണ്. സോ ഒരു പോയിന്റ് കൂടി ഉണ്ട്. സോ 10⁻⁻6, കാരണം 10 ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ 10⁻⁻6 സെക്കൻഡ് എന്ന് എഴുതണം. ഓക്കെ, ഇത് മാത്തമാറ്റിക്കൽ ചെറിയൊരു കൺവേർഷൻ ആണ്. സോ ഈ ഒരു പേരുകൾ നന്നായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഈ ഒരു ടേബിൾ പഠിക്കാൻ വേണ്ടി എഴുതിയതാണ്. ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. പെറ്റ 10⁻15, ടെറ 10⁻12, ജിഗ 10⁻9, മെഗ 10⁻6. ഇതൊക്കെ ഇതിൽ കിലോ ഒക്കെ നേരത്തെ വന്നാണ്. ഈ 963 ഒക്കെ നേരത്തെ വന്നാണ്. ഡെസി അറിയാം, സെന്റി അറിയാം, മില്ലി ഇതൊക്കെ നേരത്തെ വന്നാണ്. ഇതിലില്ലാത്തത് ടെറ ആൻഡ് പെറ്റ, അതും കൂടി പഠിച്ചിരിക്കുക കേട്ടോ. ടെറ ആൻഡ് പെറ്റ. ഓക്കെ, ഇനി ഇതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ ചിലതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. 1 ഫെർമി ഇസ് ഈക്വൽ ടു 10⁻⁻15 ആണ്. 1 ആംസ്ട്രോങ് ഇസ് ഈക്വൽ ടു 10⁻⁻10 ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ഓക്കെ, 3 ×
10⁸ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാറുള്ളത്. ഇങ്ങനെയും പഠിച്ചു വെച്ചാലും മതി. ഓക്കെ, ഈ ഒരു ഇതിലും പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 10⁸ ആണ്. ഇത് ജസ്റ്റ് 0.00 എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. 3 × 10⁸ എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്തിനു വേണ്ടിയായിരുന്നു? എർത്തും സണ്ണും തമ്മിൽ അല്ലെ. അപ്പൊ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 1.469 × 10⁻11 മീറ്റർ. ലൈറ്റ് ഇയർ നമ്മൾ പറഞ്ഞതാണ് 9.46 × 10⁻50 മീറ്റർ. ലൈറ്റ് ഇയർ അല്ലെ. 9.46 × 10⁻15 അല്ലെങ്കിൽ 10⁻12 എന്നും ചിലയിൽ ഉണ്ടാവാറുണ്ട്. 15 പഠിച്ചാൽ മതി റൗണ്ട് ചെയ്തിട്ട് കേട്ടോ. പാഴ്സെക് എന്ന് പറയുമ്പോൾ എന്താണ്? ആസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സ് അല്ലെ, 2 ഗാലക്സികൾ തമ്മിലുള്ള ആസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ദി സോളാർ സിസ്റ്റം കേട്ടോ. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം ആണ് നമ്മുടെ ഗാലക്സി, ആ സോളാർ സിസ്റ്റത്തിന്റെ പുറത്തുള്ള. ഓക്കെ, 1 parsec is equal to 3.26 ലൈറ്റ് ഇയർ. 3.26 ലൈറ്റ് ഇയർ 1 parsec is equal to. അതേസമയത്ത് മീറ്ററിൽ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സോ 3.08 × 1016 മീറ്റർ. ഓക്കെ, 10⁻16 മീറ്റർ. ഓക്കെ, 10⁻16 മീറ്റർ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിച്ചിരിക്കുക. ഇനി നമുക്ക് കുറച്ച് കൺവേർഷൻസ് ആണ്. സോ കൺവേർഷൻസ് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഓക്കെ. So, time is a measure of duration of events and intervals between them. SI unit of time എന്താണ്? സെക്കൻഡ് ആണ്. സെക്കൻഡ്. ഈ സെക്കൻഡ് ഏത് യൂണിറ്റിലും ഇത് മാറുന്നില്ല. MKS ആയാലും FPS ആയാലും ഈ സെക്കൻഡ് മാറുന്നില്ല. ഇതൻ ഹീറ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കൺവേർഷൻസ്, ഇത്രയും കാര്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ എക്സാംസിലും ഫിസിക്സിൽ മാത്രമല്ല എവിടെ ആയാലും ഈ ഒരു കൺവേർഷൻ ചോദിക്കും. സോ ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി അല്ലെ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? മെഷർ ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ് ആണ് ശരിക്കും ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് ഫോർ കൺവേർഷൻ ഫ്രം വൺ ടെമ്പറേച്ചർ സ്കെയിൽ ടു അതേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്താണ് ഹീറ്റ് എന്നും എന്താണ് ടെമ്പറേച്ചർ എന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഒരു ബോഡിയിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ? ഹീറ്റ് ഫ്ലോ നടക്കുകയുള്ളൂ. ഓക്കെ, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു കോൾഡസ്റ്റ് ബോഡിയിൽ നിന്നും ഹോട്ടസ്റ്റ് ബോഡിയിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല. എപ്പോഴും തിരിച്ചേ നടക്കുള്ളൂ. അതായത് ഒരു ഹോട്ടസ്റ്റ് ബോഡിയിൽ നിന്നും കോൾഡസ്റ്റ് ബോഡിയിലോട്ട് മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഹീറ്റിന് ട്രാൻസ്ഫർ നടക്കണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് എന്തായിരിക്കണം? ഒരു എനർജി ഫോം ആയിരിക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി, അപ്പൊ ഹീറ്റ് എനർജിയാണ്, ആ മെഷർമെന്റിനെ പറയുന്നതാണ് ടെമ്പറേച്ചർ. ഓക്കെ, എത്രത്തോളം അവിടെ ഹീറ്റ് ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നതാണ് അതിന്റെ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പല സ്കെയിലുകളുണ്ട്. സോ നമ്മൾ കൂടുതൽ ക്ലിനിക്കലി നമ്മൾ യൂസ് ചെയ്യുക ഫാരൻ ഹീറ്റ് ആണ്. ഇവിടെ ഫാരൻ ഹീറ്റ് ഇങ്ങനെ പഠിച്ചു വെക്കുക. സെൽഷ്യസ് ടു കെൽവിൻ എന്ത് ചെയ്താൽ മതി? സെൽഷ്യസിന്റെ കൂടെ 273.15 ആഡ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ, ഫസ്റ്റ് പോയിന്റ്. ഇനി കെൽവിൻ ടു സെൽഷ്യസ് തിരിച്ചാണെങ്കിലോ ഇതിനെ ഇത് പഠിച്ചു വെച്ചാൽ അടുത്ത പോയിന്റ് കൂടി കിട്ടും. ഓക്കെ, സെൽഷ്യസിന്റെ കണ്ടുപിടിക്കാൻ ഈ 273 ഇങ്ങോട്ടേക്ക് എടുക്കുക. സോ മൈനസ് ആവും 273. കെൽവിൻ മൈനസ് 273.15 ചെയ്താൽ സെൽഷ്യസ് കിട്ടും. ഫാരൻ ഹീറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ F-32 ചെയ്താൽ മതി. F-32. ഓക്കെ, ദെൻ സെൽഷ്യസ് ടു ഫാരൻ ഹീറ്റ് ആണെന്നുണ്ടെങ്കിലോ F-32 × 5/9. ഇതൊരു റേഷ്യോ ആണ്. ഈ 5/9 കൂടി ചെയ്യണം. ഇങ്ങോട്ടേക്ക് എടുക്കുന്ന സമയത്ത് ഈ 9 മുകളിലോട്ട് വരും, 9/5 ആവും. C × 9/5. ഈ -32 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ +32 ആവും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക. മീൻസ് ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം എന്നാണ് ഉദ്ദേശിച്ചത്. ദെൻ ഫാരൻ ഹീറ്റ് ടു കെൽവിൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? F-32 ഫാരൻ ഹീറ്റ് -32 × 5/9 കേട്ടോ. ഇത് തന്നെയാണ് ഫാരൻ ഹീറ്റ് -32 × 5/9 പ്ലസ് എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്താൽ ഇത് എന്ത് കിട്ടി? സെൽഷ്യസ് കിട്ടി അല്ലെ. ഇങ്ങനെ ചെയ്താൽ ഇത് സെൽഷ്യസ് ആവും. അപ്പൊ സെൽഷ്യസിന്റെ കൂടെ ഇത് ആഡ് ചെയ്താൽ കെൽവിൻ കിട്ടും. സോ സെൽഷ്യസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ആഡ് ചെയ്തു. എന്തിനു വേണ്ടിയാ? കെൽവിൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് പഠിക്കുക. ഓക്കെ, തിരിച്ചാണെങ്കിലോ കെൽവിൻ ടു ഫാരൻ ഹീറ്റ് ആണെന്നുണ്ടെങ്കിലോ ഈ ഫാരൻ ഹീറ്റിന് ഇങ്ങോട്ട് വെച്ചോ, ബാക്കി എല്ലാം ഇങ്ങോട്ടേക്ക് എടുത്ത് നോക്കിയേ. ഇത് 9/5 ആവും. ദെൻ 32 + 32 ആവും.
ഈ +273 എന്ന് പറയുന്നത് -273.15 ആവും അല്ലെ. കെൽവിനിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ മതി. സോ ഈ ഇക്വേഷൻസ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഈ കൺവേർഷൻസ് പല എക്സാംസിനും ചോദിക്കാറുള്ളതാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പോർഷനാണിത്. ഓക്കെ, മെഷർമെന്റ് ഓഫ് ലെങ്ത് എന്ന് പറയാൻ വേണ്ടി നമുക്ക് 10⁻³ 10⁻²" മീറ്റർ ഒക്കെ വെച്ചിട്ട് നമ്മൾ മീറ്റർ സ്കെയിൽ അല്ലെ, സാധാരണ മീറ്റർ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ലെങ്ത് മെഷർ ചെയ്യും. മീറ്റർ സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ +2 ലെവൽ ബയോളജി സയൻസ് അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് പഠിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും വെർനിയർ കാലിപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. വെർനിയർ കാലിപ്പർ എന്തിനു വേണ്ടിയാണ്? 10⁻⁻4 മീറ്റർ വരെ അക്യൂറസിയിൽ നമുക്ക് ഒരു സാധനം മെഷർ ചെയ്യാം. അത്രയും ചെറിയ ലെങ്ത്. ഓക്കെ, ഇപ്പോ വിഡ്ത്ത് ഓഫ് എ പേപ്പർ, വിഡ്ത്ത് അല്ല, ഒരു തിക്നെസ് ഓഫ് എ പേപ്പർ അല്ലെങ്കിൽ തിക്നെസ് ഓഫ് എ ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങനെയൊക്കെ തരുവാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുപ്പിച്ചിലിന്റെ ഏതെങ്കിലും ഒരു ചെറിയൊരു പോർഷൻ തരികയാണ്, ഒരു മിററിന്റെ ഒരു ചെറിയ പോർഷൻ തരികയാണ്, ആ മിററിന്റെ തിക്നെസ് നോക്കണം. മിറർ എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ് അല്ലെ, അപ്പൊ ശരിക്കും 1 സെന്റിമീറ്റർ ഒന്നും ഉണ്ടാവില്ല അത്. അപ്പം അതിനേക്കാളും ചെറിയ, മില്ലിമീറ്റേഴ്സിനേക്കാളും ചെറിയ കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? തിക്നെസ് ഒക്കെ നോക്കാൻ വേണ്ടി വെർനിയർ കാലിപ്പേഴ്സ് യൂസ് ചെയ്യും. അതേപോലെ തന്നെയാണ് സ്ക്രൂ ഗേജ്, അതിനേക്കാളും ചെറുതാണ് സ്ക്രൂ ഗേജും സ്പെറോമീറ്ററും എന്ത് ചെയ്യാം? നമുക്ക് 10⁻⁻5 അത്രയും ചെറിയ അക്യൂറസിയിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ്, അതിന്റെ യൂസസ് ആണ്. നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന കൊണ്ട്, മെഷർമെന്റിന്റെ പോർഷൻ ആയതുകൊണ്ട് മെഷർമെന്റ്സിന്റെ എന്താണ് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കണം. ആൾട്ടിമീറ്റർ, ഇതിനു വേണ്ടിയാണ് ആൾട്ടിറ്റ്യൂഡ്, ആ പേരിൽ തന്നെയുണ്ട് ആൾട്ടിമീറ്റർ, ആൾട്ടിറ്റ്യൂഡ് അല്ലെ. എയർക്രാഫ്റ്റുകളിലാണ് യൂസ് ചെയ്യണത്. എയർക്രാഫ്റ്റുകൾ ഏത് ഓൾട്ടിറ്റ്യൂഡിൽ അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കണം എന്നൊക്കെ നോക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യും. അമ്മീറ്റർ എന്തിനു വേണ്ടിയാ? മെഷർ ഓഫ് ഇലക്ട്രിക് കറന്റ്, സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. ഓക്കെ, അല്ലാതെ അതിന്റെ എന്താ പ്രസൻസ് അല്ല, പ്രസൻസ് ഗാൽവനോമീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഇലക്ട്രിക് കറന്റിന്റെ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അമ്മീറ്റർ. അനിമോമീറ്റർ എന്താണ്? അനിമോ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ വിൻഡ് ആണ്, വിൻഡിന്റെ സ്പീഡ് മെഷർ ചെയ്യാനാണ് അനിമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ ഓഡിയോമീറ്റർ എന്ന് പറയുമ്പോൾ ഓഡിയോ അല്ലെ, ഇന്റൻസിറ്റി, സൗണ്ടിന്റെ ഇന്റൻസിറ്റി. ബാരോഗ്രാഫ് എന്താണ്? അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ഓഫ് അറ്റ്മോസ്ഫറിക് ബാർ. അറ്റ്മോസ്ഫറിക് പ്രഷർ യൂണിറ്റുകളായിട്ട് നമ്മൾ ബാർ പറയാറുണ്ട്, ടോർ പറയാറുണ്ട്. ഓക്കെ, ബാർ, ടോർ ഇതെല്ലാം അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള വേറെ യൂണിറ്റ്സ് ആണ്. അപ്പൊ ബാരോഗ്രാഫ്. ഇനി ബാരോമീറ്റർ എന്താണ്? ഇത് റെക്കോർഡ് ചെയ്യാനാണ് ബാരോഗ്രാഫ്. മീറ്റർ എന്ന് പറയുമ്പോൾ മെഷർ ചെയ്യാൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ ബൈനോക്കുലേഴ്സ് അറിയാലോ, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. എന്താണ്? നമ്മളൊരു സാധനത്തെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നതാണ് ബൈനോക്കുലേഴ്സ്. ബോളോമീറ്റർ എന്താണ്? ഹീറ്റ് റേഡിയേഷൻ മെഷർ ചെയ്യാനാണ്. ഓക്കെ, ടു മെഷർ ഹീറ്റ് റേഡിയേഷൻ. ദെൻ കാലിപ്പേഴ്സ് നമ്മൾ പറഞ്ഞു തിൻ സിലിണ്ടർ ഓർ വയർ അല്ലെ, അതിന്റെയൊക്കെ എന്താ ഡയമീറ്റർ അല്ലെങ്കിൽ തിക്നെസ് മെഷർ ചെയ്യാനാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, വെർനിയർ കാലിപ്പേഴ്സിന്റെ കാര്യം പറഞ്ഞതാണ്. ഇനി കാലോറിമീറ്റർ എന്താണ്? മെഷേഴ്സ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് ഹീറ്റ് ക്വാണ്ടിറ്റീസ് നോക്കാൻ വേണ്ടിയാണ് കാലോറിമീറ്റർ അല്ലെങ്കിൽ കാലോറിമെട്രി നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, കാലോറിമീറ്റർ ആ എക്യുപ്മെന്റ് ആണ്. മെഷർ ദി ക്വാണ്ടിറ്റീസ് ഓഫ് ഹീറ്റ് എത്രത്തോളം അവിടെ ഉണ്ട് നോക്കാനാണ് കളേഴ്സ് അല്ലെ, കാലോറിമീറ്റർ. കമ്മ്യൂട്ടേറ്റർ എന്തിനു വേണ്ടിയാ? ജനറേറ്റേഴ്സ് എന്ത് ചെയ്യും? നമ്മുടെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ, ഓക്കെ, ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, ഈ എക്യുപ്മെന്റ്സ് എല്ലാം അറിഞ്ഞിരിക്കുക, ബിക്കോസ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്സിലെല്ലാം ഈ എക്യുപ്മെന്റ്സിൽ ഓരോ പേരുകളായിട്ട് വരുന്നുണ്ട് കേട്ടോ. ക്രെസ്കോഗ്രാഫ് എന്തിനു വേണ്ടിയാ? ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ് ഗ്രോത്ത് മെഷേർഡ് ബൈ ക്രെസ്കോഗ്രാഫ്. ബയോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. ഓക്കെ, നമ്മൾ ബോട്ടണി ഒക്കെ പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പ്ലാന്റ് ഗ്രോത്ത് മെഷേർഡ് ബൈ എന്താണ്? ക്രെസ്കോഗ്രാഫ്. ഇനി ക്രയോമീറ്റർ. എന്താ ക്രയോമീറ്റർ? വെരി ലോ ടെമ്പറേച്ചേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ക്രയോമീറ്റേഴ്സ് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഡൈനാമോമീറ്റർ എന്തിനു വേണ്ടിയാണ്? പവർ അല്ലെ, ഇലക്ട്രിക് പവർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഡൈനാമോ നമ്മൾ യൂസ് ചെയ്യണം. ഇനി ഇലക്ട്രോസ്കോപ്പ്, പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, ഇലക്ട്രിക് ചാർജിന്റെ പ്രസൻസ് ആണ് കേട്ടോ. ഇനി എൻഡോസ്കോപ്പ്, ഇലക്ട്രിക് കറണ്ടിന്റെ പ്രസൻസ് ആണെങ്കിൽ ഗാൽവനോമീറ്റർ ആണ്. ഇത് മെഷേഴ്സ് ഇലക്ട്രിക് കറണ്ട്, അതിന്റെ പ്രസൻസ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കറണ്ടിന്റെ പ്രസൻസ് ഗാൽവനോമീറ്റർ കൊണ്ട് നമുക്ക് മെഷർ ചെയ്യാനും പറ്റും. കാരണം ഗാൽവനോമീറ്ററിനെ നമുക്ക് അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ മെഷേഴ്സ് എഴുതിയേക്കണം. ശരിക്കും ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ അമ്മീറ്ററും യൂസ് ചെയ്യും. കണ്ടോ, മെഷേഴ്സ് ദി സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, അമ്മീറ്ററും യൂസ് ചെയ്യും.
ഗാൽവനോമീറ്റർ അറിയാം. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോസ്കോപ്പ്, എന്താണ് ഇലക്ട്രിക് ചാർജിന്റെ പ്രസൻസ്. ഓക്കെ, ഇലക്ട്രിക് ചാർജ് മെഷർ ചെയ്യാൻ നമ്മൾ വോൾട്ട് മീറ്റർ യൂസ് ചെയ്യാറുണ്ട്. വോൾട്ട് മീറ്റർ ഒക്കെ ഇതിൽ കൊടുത്തിട്ടില്ല, വോൾട്ട് മീറ്റർ നോട്ട് ചെയ്ത് വെക്കുക. ഇലക്ട്രിക് ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ വോൾട്ട് മീറ്റർ, വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്റർ. ഫാത്തോമീറ്റർ എന്താണ്, ഡെപ്ത് ഓഫ് ദി ഓഷൻ ഇമ്പോർട്ടന്റ്, 1 ഫാത്തം ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഫാത്തം എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ഡെപ്ത് ഓഫ്, എന്താണ് ഡെപ്ത് ഓഫ് സീ ആണ് കേട്ടോ. ഓഷൻ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് സീ ആണ് ഫാത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കണം. ഓക്കെ ഓക്കെ, സോ ഇനി ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ എന്താ, ഹ്യൂമിഡിറ്റി ഓഫ് എയർ. ഓക്കെ, ഹ്യൂമിഡിറ്റി, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി എത്രയുണ്ട് നോക്കാൻ. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റിനനുസരിച്ചാണ് അവിടെ എന്തുണ്ടാവുക, ചൂടാണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും. മെഷർ ഓഫ് എന്താണ്, മോയ്സ്ചർ ആണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കേട്ടോ. പ്രസൻസ് ഓഫ് മോയ്സ്ചർ, എത്രത്തോളം മോയ്സ്ചർ ഉണ്ടെന്ന് പറയുന്നതാണ് ഹ്യൂമിഡിറ്റി. അത് മെഷർ ചെയ്യാനാണ് ഹൈഗ്രോമീറ്റർ. മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് അല്ലേ, വാട്ടർ കണ്ടന്റ് അറ്റ്മോസ്ഫിയറിൽ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഹൈഗ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഹൈഡ്രോഫോൺ എന്താണ്, സൗണ്ട്, അണ്ടർ വാട്ടർ സൗണ്ട് അല്ലെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഹൈഡ്രോഫോൺ യൂസ് ചെയ്യുക. ലാക്ടോമീറ്റർ എന്താണ്, ലാക്ടോ എന്ന് പേര് വരുമ്പോൾ തന്നെ എന്താണ്, മിൽക്ക് ആണ്, സംതിങ് റിലേറ്റഡ് ടു മിൽക്ക്, പ്യൂരിറ്റി ഓഫ് മിൽക്ക് ആണ്. മൈക്രോസ്കോപ്പ് നമുക്കറിയാം എല്ലാ ഒബ്ജക്ട്സിനെയും മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയാണ്. ദെൻ ഫോട്ടോമീറ്റർ. ഫോട്ടോമീറ്റർ എന്തിനു വേണ്ടിയാ, കമ്പയർസ് ദി ലൂമിനസ് ഇന്റൻസിറ്റി ഓഫ് സോഴ്സ് ഓഫ് ലൈറ്റ്. ഈ സോഴ്സ്, ലൈറ്റിന്റെ സോഴ്സിന്റെ എവിടെ നിന്നാണോ ലൈറ്റ് വരണേ അതിന്റെ ലൂമിനസ് ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്നതാണ് ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെ, കാൻഡിലയിൽ നമ്മൾ നോക്കുന്നതാണ് ഫോട്ടോമീറ്റർ. ഏത് പല സോഴ്സിൽ നിന്ന് ലൈറ്റ് വരാം അല്ലെ, അപ്പൊ അതിന്റെ ലൂമിനസ് ഇന്റൻസിറ്റി നോക്കുന്നതാണ് ഫോട്ടോമീറ്റർ. ദെൻ പൈറോമീറ്റർ. പൈറോമീറ്റർ എന്ത് ചെയ്യുന്നു, മെഷർ വെരി ഹൈ ടെമ്പറേച്ചർ എസ്പെഷ്യലി ഇൻ ഫർണസസ് ആൻഡ് കിൽസ്. അതായത് വളരെ വലിയ ടെമ്പറേച്ചർ ഉള്ള ഈ ചൂള അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ, അല്ലെങ്കിൽ വലിയ ടെമ്പറേച്ചർ ഉള്ള ഖനികളിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ പൈറോമീറ്റർ ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. ഇനി ഓഡോമീറ്റർ. ഓഡോമീറ്റർ എന്തിനു വേണ്ടിയാണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വെഹിക്കിൾ അല്ലെ, അതായത് വെഹിക്കിൾസിലുള്ളതാണ് ഓഡോമീറ്റർ. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ് ഓഡോമീറ്റർ. ഓം മീറ്റർ, ഈ പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ് ഓം. ഓം എന്താണ്, മെഷർ ഓഫ് എന്താണ്, റെസിസ്റ്റൻസ് ആണ്. സോ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് ദി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് ഓം മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സ്പീഡോമീറ്റർ വേറെയാണ്, ഓഡോമീറ്റർ. സ്പീഡോമീറ്റർ സ്പീഡ് നോക്കുന്നതാണ്, ഓഡോമീറ്റർ എന്താണ്, മെഷറിംഗ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വെഹിക്കിൾ, അതാണ് ഓഡോമീറ്റർ. ഇനി പെരിസ്കോപ്പ്. പെരിസ്കോപ്പ് എന്താണ്, സീ ലെവലിനെക്കാളും മുകളിലുള്ള ഒബ്ജക്ട്സിനെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ പെരിസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ സലൈനോമീറ്റർ. എന്താണ് സലൈനിറ്റി അല്ലെ, സലൈനിറ്റി നോക്കാൻ വേണ്ടിയാണ് എത്രത്തോളം സലൈനിറ്റി ഉണ്ട്, അതായത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം. സലൈനിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ, അതാണ്. ഓക്കെ, അപ്പൊ സൊല്യൂട്ട് എത്രത്തോളം ഉണ്ട് അതാണ് അതിന്റെ സലൈനിറ്റി. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് വേണ്ട എങ്കിലും സലൈനിറ്റി എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ സ്ഫിഗ്മോമാനോമീറ്റർ എന്താണ്, ബ്ലഡ് പ്രഷർ. നമ്മൾ സാധാരണ BP നോക്കുന്ന, നമ്മളിങ്ങനെ ബലൂൺ പോലെ ഇരിക്കുന്ന അല്ലെ ഗ്രീൻ കളറിലുള്ള മെഷീനാണ് സ്ഫിഗ്മോമാനോമീറ്റർ. സ്ഫിഗ്മോമീറ്റർ എന്ന് പറയും, സ്ഫിഗ്മോമാനോമീറ്റർ എന്നും പറയും കേട്ടോ. ആ സ്പെല്ലിംഗ് നോക്കി നോട്ട് ചെയ്ത് വെക്കുക, സ്ഫിഗ്മോമാനോമീറ്റർ എന്നും പറയും. സ്ഫിഗ്മോമാനോമീറ്റർ. ഓക്കെ, ദെൻ സീസ്മോഗ്രാഫ്. സീസ്മോഗ്രാഫ് എന്തിനു വേണ്ടിയാണ്, എർത്ത് ക്വേക്സ്. ഓക്കെ, എത്ര എർത്ത് ക്വേക്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ എത്ര ലെവലിലുള്ള എർത്ത് ക്വേക്സ് ആണ് ഉണ്ടായത് അല്ലെ, പല ഹെക്ടറിൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള എർത്ത് ക്വേക്സ് ഉണ്ടാവാറുണ്ട്. സോ എത്രയാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് സീസ്മോഗ്രാഫ്. ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പ് നമുക്കറിയാം ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് മാഗ്നിഫൈ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. സ്പെക്ട്രോമീറ്റർ എന്താണ്, നമ്മുടെ ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്പെക്ട്രോമീറ്റർ. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ പറഞ്ഞു തന്നെയാണ്, ബാരോമീറ്റർ, അറ്റ്മോസ്ഫറിക് പ്രഷർ. ഹേലിയോസ്കോപ്പ് നമ്മൾ പറഞ്ഞില്ല, ഹീലിയോസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സണ്ണിനെ നോക്കാൻ വേണ്ടിയാണ് കേട്ടോ, സീ ദ സൺ ആണ്, അത് നോക്കണം. ഗാൽവനോമീറ്റർ എന്താണ്, ഡിറ്റക്ട് ദി കറണ്ട് അല്ലെ, കറണ്ടിന്റെ പ്രസൻസ്. അമ്മീറ്റർ എന്താണ്, മെഷർ അല്ലെ, കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി. ഓഡോമീറ്റർ എന്താണ്, ഡിസ്റ്റൻസ്, വെഹിക്കിൾസിന്റെ ഡിസ്റ്റൻസ് അല്ലാതെ സ്പീഡ് അല്ല. ടാക്കോമീറ്റർ എന്താണ്, സ്പീഡ് ഓഫ് ഫ്ലൈ വീലിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടാക്കോമീറ്റർ യൂസ് ചെയ്യുക. ലാക്ടോമീറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു,
മിൽക്ക് ആണ് അല്ലെ. അതായത് മിൽക്കിൽ എത്ര വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മിൽക്കിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എത്രത്തോളം അതിൽ മിൽക്ക് ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാക്ടോമീറ്റർ യൂസ് ചെയ്യുന്നത്. തെർമോമീറ്റർ എന്താണ്, ടെമ്പറേച്ചർ. ഹൈഡ്രോമീറ്റർ ലിക്വിഡ് അല്ലെ, എത്ര ലിക്വിഡ് അല്ലെങ്കിൽ വെള്ളം, ഓക്കെ, ഒരു ഫ്ലൂയിഡിന്റെ ഒക്കെ എന്താണ് മെഷർമെന്റ്, ഡെൻസിറ്റി അളക്കാൻ വേണ്ടിയാണ് ഹൈഡ്രോമീറ്റർ. വോൾട്ട്മീറ്റർ ഞാൻ ഓൾറെഡി പറഞ്ഞു, വോൾട്ടേജ്. സോണാർ, സോണാർ എന്താണ്, സോണാർ യൂസ്ഡ് ടു ഡിസ്കവറിംഗ് ദി തിങ് ഇൻ വാട്ടർ. വാട്ടറിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ, ഇപ്പൊ സബ്മറൈൻ എന്തെങ്കിലും എനിമി സബ്മറൈൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഷിപ്പ് റെക്സ് ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി കടലിന്റെ അകത്തോട്ട്, സീന്റെ അകത്തോട്ട് സൗണ്ട് കടത്തി വിട്ടിട്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്ന സൗണ്ട് മെഷർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമ്മൾ എത്ര ദൂരത്താണ്, ആ ഡിസ്റ്റൻസിലാണ് ആ ഒരു ഒബ്ജക്റ്റ് കിടക്കണ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഉള്ളിലുള്ളത് എന്ന് മെഷർ ചെയ്യാനാണ് നമ്മൾ സോണാർ യൂസ് ചെയ്യുക കേട്ടോ. സോണാർ. ഓക്കെ. അനിമോമീറ്റർ, അനിമോമീറ്റർ എന്താ, അനിമോ എന്ന് പറയുമ്പോൾ തന്നെ വിൻഡിന്റെ സ്പീഡ്. ഓക്കെ. നെക്സ്റ്റ് കുറച്ച് PYQs ആണ്. ഈ MCQs ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇൻ ദി ഗിവൺ ഓപ്ഷൻസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഏതാണ്, ലെങ്ത്, ലൂമിനസ് ഇന്റൻസിറ്റി, ടൈം, ഓൾ ഓഫ് ദീസ്. ഇത് ഏതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നും പറയാം, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ. എല്ലാം എന്ത് തന്നെയാണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇതിന്റെ യൂണിറ്റ്സ് എല്ലാം ഫണ്ടമെന്റൽ യൂണിറ്റ്സ് തന്നെയാണ്. മെർക്കുറി തെർമോമീറ്റർ യൂസ് ടു മെഷർ എക്സാക്ട് എന്താണ്, ടൈം ആണോ, ലെങ്ത് ആണോ, ടെമ്പറേച്ചർ ആണോ, പ്രഷർ ആണോ. തെർമോമീറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് തന്നെയാണ്, ടെമ്പറേച്ചർ ആണ്. ഓക്കെ. യൂണിറ്റ് ഓഫ് ടൈം ഇൻ SI സിസ്റ്റം. SI സിസ്റ്റത്തിലെ യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം SI സിസ്റ്റത്തിലെ എല്ലാ സിസ്റ്റത്തിലും ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഇതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ലെങ്ത്, ടൈം, ലൂമിനസ് ഇന്റൻസിറ്റി, ഇത് മൂന്നും എന്താണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ആംഗിൾ എന്തല്ല, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ആൻ SI യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താ, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ലൂമിൻ അല്ല, ഡയോപ്റ്റർ അല്ല, നൺ ഓഫ് ദീസ് അല്ല. മോർ അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, കാൻഡില. ഓക്കെ. 1 kilowatt hour is a unit of, എന്തിന്റെ യൂണിറ്റ് ആണ്, കിലോ വാട്ട്. വാട്ട് എന്ന് പറയുമ്പോൾ എന്തിന്റെ യൂണിറ്റ് ആണ്, ടൈം ആണോ, പവർ ആണോ, സ്ട്രെസ് ആണോ, എന്താണ്. വാട്ട് എന്ന് പറയുമ്പോൾ എനർജി ആണ്. ഓക്കെ. വാട്ട്, ഇവിടെ പവറും ആൻസർ ആയിട്ട് വരാം. ഓക്കെ. ബോത്ത് ഓഫ് ദീസ് ഉണ്ടെങ്കിൽ ബോത്ത് ഓഫ് ദീസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട് കേട്ടോ. എനർജി അല്ലെങ്കിൽ പവർ രണ്ടും ആൻസർ ആയിട്ട് വരാം. ഓക്കെ. 1 kilowatt hour, 1 kilowatt hour ഒരു എനർജി ഫോം ആയിട്ടും വരാം, പവർ ആയിട്ടും, രണ്ടും ആൻസർ ആയിട്ട് വരാം. ഓക്കെ. യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എന്താണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, റേഡിയനും സ്റ്റെറീഡിയനും ഡിഗ്രിയും അല്ല. ഇത് ടെമ്പറേച്ചർ ആണ്, ഇത് സോളിഡ് ആംഗിൾ ആണ്, ഇത് പ്ലെയിൻ ആംഗിൾ ആണ്. മോൾ എന്താണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്. ഓക്കെ ആണല്ലോ. സോ ഇത്രയും ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ കാര്യങ്ങൾ, ഇത്രയും ആയിരുന്നു. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറഞ്ഞ എല്ലാം പഠിക്കുക. കാരണം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. ജസ്റ്റ് കാര്യങ്ങൾ മാത്രം ബൈ ഹാർട്ട് ചെയ്താൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.